ശ്രീ ഭഗത്കുമാർ, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകപ്രവൃത്തി ചെയ്യുന്നത് വാര്യർമാരാണ്. പാരമ്പര്യമായി അത് ചെയ്തു വരുന്ന കാരായ്മ ജീവനക്കാരെ സംരക്ഷിക്കണം, അവർക്ക് ജോലി സ്ഥിരത ഉറപ്പുവരുത്തണം. ഒരു സമുദായത്തിന്, ഞാൻ മനസ്സിലാക്കുന്നത് 9 വാര്യർ കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ കഴകം എന്നിരിക്കെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയുള്ള നിയമനം എന്തിനായിരുന്നു? അതല്ലേ ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്? കഴകം അല്ലെങ്കിൽ കാരായ്മയെക്കുറിച്ച് നമുക്ക് സംസാരിച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു ചെറിയ തിരുത്തോടെ 12 കുടുംബാംഗങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴകം എന്ന് പറയുന്നത് 365 ദിവസവും യാതൊരു തര വിഷയങ്ങളും നമ്മൾ മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ അവനവൻ്റെ ജീവിതം പോലും അതിലേക്ക് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പറക്കുന്ന ഒരു സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു ജോലിയാണ്. അത് തന്നെ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് അതുപോലെ തന്നെ ക്ഷേത്രവും അതുപോലെ ദേവസ്വം ബോർഡും കടന്നു കയറുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കൂടൽ മാണിക്യ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നത്. പക്ഷേ ഇത് പല സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം ഈ 12 കാരായ്മ കുടുംബാംഗങ്ങൾ ഉള്ള സമയത്ത് തന്നെ അതിൽ ആരും തന്നെ ഈ കാരായ്മ എഴുതി കൊടുത്തിട്ടില്ല. അതായത് അവകാശങ്ങൾ വേറെ ആർക്കും എഴുതി കൊടുക്കാത്തൊരവസ്ഥയിലാണ് ഈ ഒരു പുതിയ ഒരു നിയമനം ഇവിടെ വരുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ 24-ാം തീയതി ഉച്ചവരെ യാതൊരു തരം അറിയിപ്പും കിട്ടാതെയാണ് വൈകുന്നേരം ഈ ജോലിക്ക് ചെല്ലുന്ന ഈ കഴകക്കാരൻ ഇനി നാളെ മുതൽ അല്ലെങ്കിൽ ഇനി ജോലി ചെയ്യേണ്ടതില്ല, പുതിയൊരു അപ്പോയിൻമെൻ്റ് ഇവിടെ വന്നിരിക്കുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. നമ്മളൊക്കെ വാര്യ സമുദായത്തിലൊക്കെ ജനിച്ച് കഴകം പ്രവൃത്തി നടത്തി ഇപ്പോഴും ആ കാരായ്മകൾ പലപ്പോഴും വിട്ടുകൊടുക്കാത്ത പല സ്ഥലങ്ങളിലുണ്ട്. പടച്ചോറൊക്കെ കഴിച്ച് ജീവിച്ച ഒരു സമുദായത്തിന് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊരു മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു നിയമനം വരുന്നത് എന്ന് ചോദിക്കുക. തീർച്ചയായും ഈ സർക്കാരിന്, ഈ ദേവസ്വം ബോർഡിന് ഈ കാരായ്മയെയും അതുപോലെ തന്നെ സമുദായത്തിൻ്റെയും ഒക്കെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ എന്തൊക്കെയോ വ്യഗ്രത കാണിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇതാണ് ആദ്യമായി വാര്യമഹാസഭയ്ക്ക് സമൂഹത്തോട് പറയാനുള്ളത്. യെസ്, അങ്ങനെ ഇരിക്കെ, സാഹചര്യങ്ങൾ ഇതാണെന്നിരിക്കെ ദേവസ്വം ബോർഡ് നിയമനം നടത്തിയത് എന്തിനാണ് എന്നുള്ളതാണ്. റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി ലഭിച്ച നിയമനമാണ് അതുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്നാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞതും അങ്ങനെയായിരുന്നു. അതെങ്ങനെയാണ് സാധിക്കുക? കാലാകാലങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു സമുദായം, അല്ലെങ്കിൽ ഈ 12 ഞാൻ മനസ്സിലാക്കിയത് 12 കുടുംബാംഗങ്ങളിൽ നിന്ന് 2 മാസം കൂടുമ്പോൾ ഉണ്ടാവുന്ന ജോലിയാണ് അവിടെ വരുന്നതെന്നാണ് മനസ്സിലാക്കിയുള്ളത്. നോക്കൂ, നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. നമുക്കൊക്കെ അറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സംഗമേശ്വരന് മാല, അത് താമരമാല, ആ താമരമാലയാണ് അവിടെ വഴിപാട് നടത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും അറിയാത്ത കാലങ്ങളായി ഈ ദേവസ്വത്തിനോടും ക്ഷേത്രത്തോടും ഇടകഴഞ്ഞ് ജീവിക്കുന്ന ഒരു ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള നിയമനം സത്യത്തിൽ ക്ഷേത്ര തത്വങ്ങളെയും ക്ഷേത്ര ആചാരമര്യാദകളെയും ഒക്കെ വെട്ടിമുറിക്കാൻ, അല്ലെങ്കിൽ അവിടെയുള്ള സംഭവത്തെ സ്പന്ദനത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള എവിടെയോ ഒരു തന്ത്രം നമുക്ക് കാണുന്നുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് ഇന്ന് കേരളം, പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങളായി കേരളത്തിൽ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ക്ഷേത്രാചാരങ്ങളോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപഴകി ജീവിക്കുന്നവരുടെ ഒരു വലിയ വേദനയാണ്. നോക്കൂ, ഓരോ സമുദായത്തിനും ഓരോ ചണ്ട കൊട്ടാൻ അമ്പലത്തിലൊരു ഇടമുണ്ട്. അത് മാരാന്മാരായിരിക്കാം. അതുപോലെ തന്നെ വെടിവഴിപാടിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വെടിവഴിപാടിന് വരെ ഒരു പ്രത്യേക സമുദായമായിരുന്നു അതിൽ അവകാശങ്ങളുണ്ടായിരുന്നത്. നോക്കൂ, നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ക്ഷേത്രങ്ങളിലുള്ള എന്താ പറയുക, നമ്മുടെ
തുണിയൊക്കെ അലക്കാൻ വേണ്ടി തന്നെ അതിനു വേണ്ടി പ്രത്യേക അവകാശങ്ങൾ ഇട്ടുള്ള ഒരു സമുദായം, ഒരു സമൂഹമാണ് നമ്മുടെ ഹൈന്ദവ സമൂഹം. അവിടേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിംഗ് അവിടെ ജയിച്ചു വന്നു. അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ സമ്മതിക്കാം, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും ഇൻവോൾവ് ചെയ്യാത്തൊരു വ്യക്തി അവിടെ വരുമ്പോഴാണ് നമുക്ക് സംശയത്തിൻ്റെ നിഴലിലേക്ക്, സമൂഹത്തിൻ്റെ നിഴലിലേക്ക് ഈ സംഭവം വന്നുരി. ഇതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഹൈന്ദവ സമൂഹത്തെ തകർക്കാനുള്ള ഒരു ഗൂഢതന്ത്രം എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഹിന്ദു ഐക്യത്തെ തടഞ്ഞു നിർത്താനുള്ള ഒരു സംഭവം ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, യെസ്, അതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത്. നോക്കൂ വിജി തമ്പി, ഇവിടെ ജാതിയല്ല വിഷയം, മറിച്ച് പാരമ്പര്യ അവകാശമാണ് വിഷയം. തന്ത്രിമാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതീയതയല്ല വിഷയം, പാരമ്പര്യ അവകാശമാണ്. ഈ കൂടൽമാണിക്യം ദേവസ്വം നിയമത്തിൻ്റെ ലംഘനമാണ് കഴകം തസ്തിക നിയമനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴകം, മേൽശാന്തി, കീഴ്ശാന്തി, മൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമപ്രകാരം അക്കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം തന്ത്രിമാർക്കാണ്. ഈ നിയമനങ്ങൾ പരീക്ഷ നടത്തി ആളെ വെക്കാൻ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് ഒരവകാശവുമില്ല. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഈ തന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. പാരമ്പര്യ അവകാശിക നൽകിയ കേസിൽ ഹൈക്കോടതി ഹിയറിംഗ് ഫെബ്രുവരി 25-ന് തുടങ്ങുമെന്നറിഞ്ഞ് തിരക്ക് പിടിച്ച് 24-ന് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നാണ് കഴക പ്രവൃത്തിയിൽ ആളെ നിയമിച്ചത്, ബാലുവിനെ നിയമിച്ചത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായിട്ടൊരു അജണ്ട നടപ്പിലാക്കുകയല്ലേ? ആ അജണ്ടയ്ക്ക് പിന്നിൽ രാഷ്ട്രീയം തന്നെയല്ലേ? നമസ്കാരം. ഇത് കൃത്യമായ രീതിയിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക. ഇപ്പോൾ ആത്മീയതയിലൂടെ അല്ലെങ്കിൽ ആധ്യാത്മികതയിലൂടെ മാത്രമാണ് ഹിന്ദുക്കൾ ഒന്നാകുന്നത് എന്നീ കമ്മ്യൂണിസ്റ്റുകാർക്ക് തികച്ചും ബോധ്യമായി. അപ്പോൾ ആ ആധ്യാത്മികത ഇല്ലാതാക്കുക, ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക, ക്ഷേത്ര ചൈതന്യത്തെ ഇല്ലാതാക്കുക. അപ്പോൾ അത് മാത്രമല്ല, ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക. ഇപ്പോൾ ഇതിനെ മനഃപൂർവ്വം ഒരു ജാതീയമായ
ഒരു ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അത് ജാതി വിവേചനമാക്കി ചില ആൾക്കാരെ പ്രകോപിപ്പിക്കുക. അതിന് നമ്മുടെ പല പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതിന് ചൂട്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഇത് 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 കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കൃത്യമായ അജണ്ടയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നൊരു സംഭവം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ക്ഷേത്രത്തിൽ കുത്തിക്കയറ്റാൻ വേണ്ടി മാത്രം സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കഴിയുന്നിടത്തോളം അതായത് പാരമ്പര്യമല്ലാത്ത എല്ലാ പോസ്റ്റിങ്ങിലേക്കും കമ്മ്യൂണിസ്റ്റുകാരെ കൃത്യമായി അവര് നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? ക്ഷേത്രത്തെ നശിപ്പിക്കുക, ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, ക്ഷേത്ര ചൈതന്യം എങ്ങനെയെല്ലാം നശിപ്പിക്കാമോ അങ്ങനെയെല്ലാം നശിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്രത്തിൽ ഭക്തൻ എത്തുന്നത് എന്തിനാണ്? അയാൾക്കുടെ മനസ്സിൽ ആവലാതികളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ്, അതിനു വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ സ്ഥിരം ദിവസവും ക്ഷേത്രത്തിൽ എത്തുന്ന ആൾക്കാരുണ്ട്, അത് വേറെ. അപ്പൊ ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടും, അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹം നടപ്പാകും എന്നുള്ളപ്പോഴാണ് ആ ക്ഷേത്രത്തോട് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നത്, ഭക്തജനങ്ങൾക്ക് വിശ്വാസം വരുന്നത്. അപ്പോഴാണ് ഒരു വീണ്ടും വീണ്ടും ക്ഷേത്രത്തിൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കേരളത്തിൽ എത്രയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ എന്താ എല്ലാവരും ഈ ദൂരെ നിന്നായാലും കഷ്ടപ്പെട്ട് വണ്ടി പിടിച്ചും വള്ളം പിടിച്ചും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഗുരുവായൂരെത്തുന്നത്? അപ്പൊ അവിടുത്തെ ഒരു ചൈതന്യം അത്രത്തോളം ജ്വലിച്ചു നിൽക്കുന്ന ഒരു ചൈതന്യത്തിലേക്കാണ് എത്തുന്നത്. അതുപോലെ തന്നെ കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ നൂറ്റാണ്ടിന് മുമ്പ്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ണായി വാര്യർ എന്ന് പറഞ്ഞ നളചരിതം ആട്ടക്കെഴുതി എഴുതിയ ആള് അവിടുത്തെ കഴകക്കാരനായിരുന്നു. ഇപ്പോ വാര്യർ സമുദായത്തിലെ ഒരു അദ്ദേഹം പറഞ്ഞില്ലേ, അത് വളരെ കൃത്യമാണ്. കാര്യം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം എന്ന് പറയുന്നത് വാര്യർ സമുദായത്തിനുള്ളതാണ്. ഉണ്ണായി വാര്യർ ഇത്രയും വലിയ ആട്ടക്കഥ എഴുതിയ അദ്ദേഹം അവിടുത്തെ കഴകക്കാരനായിരുന്നു, മാല വെട്ടുന്ന ആളായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അദ്ദേഹം ഈ ആട്ടക്കഥ എഴുതിയത്. അപ്പൊ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത് നോക്കൂ. അതായത് ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ആ കാലഘട്ടം മുതലേ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. മാത്രമല്ല ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചൈതന്യം ഒന്നിച്ചുകൂടിയ സംഗമേശ്വരൻ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഈ ക്ഷേത്രങ്ങളുടെ അതിനെപ്പറ്റി കേട്ടിട്ടുള്ള ഒരു പുരാണം എന്ന് പറയുന്നത്, ഒരു വലിയ ഒരു സന്യാസി, ഒരു തന്ത്രി, അദ്ദേഹം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ആ ചൈതന്യത്തെ തന്റെ ശംഖിലേക്ക് ആവാഹിച്ച് അദ്ദേഹം ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തി ഇവിടുത്തെ ചൈതന്യം ആവാഹിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ശംഖ് വീണ് പൊട്ടി ആ ചൈതന്യങ്ങളെല്ലാം ആ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സംഗമേശ്വരനായത്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചൈതന്യം ഒത്തുചേർന്ന സംഗമേശ്വരൻ. മാത്രമല്ല നമുക്കറിയാം, രാമായണത്തിലെ ഏറ്റവും ചൈതന്യമാർന്ന കഥാപാത്രം, ത്യാഗിയായ കഥാപാത്രമാണ് ഭരതൻ. ആ ഭരതന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അവിടെ മാത്രമല്ല, അവിടുത്തെ നേരത്തെ വാര്യർ അദ്ദേഹം പറഞ്ഞതുപോലെ അവിടുത്തെ താമരമാല എന്ന് പറയുന്ന ഏറ്റവും വലിയ അവിടുത്തെ ഒരു വഴിപാടാണ്. എന്ത് പ്രശ്നങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും നേരുന്നൊരു വഴിപാടാണ്. പലരും ഇപ്പോ പല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വന്ന് ആ വഴിപാട് നേർന്ന് അവിടെ വന്ന് സമർപ്പിക്കുകയാണ്. അപ്പൊ എപ്പോഴാണ് ഭക്തൻ വരുന്നത്, എപ്പോഴാണ് ആവശ്യം വരുന്നത്, ആ താമരമാല അപ്പം തയ്യാറായിരിക്കണം. അപ്പൊ അതിന് എത്രയോ ആൾക്കാരാണ് നമുക്ക് അവിടെ പോയാൽ കാണാം. മറ്റൊരു ഉപദേവങ്ങളും ഇല്ലാത്ത ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം. അവിടെ ഭഗവാൻ മാത്രമാണ്. അപ്പൊ എത്രയോ പേരിങ്ങനെ നിരന്നിരിക്കുകയാണ് താമരമാല കെട്ടാൻ വേണ്ടി. അപ്പൊ അത് പാരമ്പര്യമായിട്ട് ചില വാര്യർ കുടുംബങ്ങൾക്കുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാത്തവരല്ലല്ലോ ദേവസ്വം ബോർഡും അവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററും അവിടുത്തെ മറ്റു ഭരണസമിതിക്കാരും. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്? ഇത് ചെയ്തത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ്. ഇങ്ങനൊരാളിനെ, അതായത് ഓഫീസ് സ്റ്റാഫായിട്ട് നിയമിച്ച ആളിനെയാണ് പെട്ടെന്ന് മാറ്റി കഴകക്കാരനാക്കുക. അങ്ങനെ കഴകക്കാരനാക്കുന്ന എന്തിനു വേണ്ടിയാണ്? കൃത്യമായിട്ട് ഇതിനിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കണം. അപ്പം നമ്മുടെ ഹിന്ദു സമാജത്തിനിടയിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ മോശക്കാരനായി കാണിച്ചു, ആ വ്യക്തിയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആ ജനങ്ങൾക്കിടയിൽ, ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ട ആസൂത്രിതമായ ഒരു ശ്രമമാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇതിനു വേണ്ടിയുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്ന ഈ പ്രശ്നം. പക്ഷേ എന്തുകൊണ്ടോ ആ വ്യക്തി തന്നെ പറഞ്ഞു അദ്ദേഹം യാതൊരു ജാതി വിവേചനത്തിലും അദ്ദേഹം പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ആ വ്യക്തി തന്നെ പറഞ്ഞു. അപ്പം ഇത് ആരുടെ കളിയാണിത്? ഇത് കൃത്യമായിട്ടും ദേവസ്വം ബോർഡിനെ വെച്ച് ഈ സർക്കാർ കളിക്കുന്ന ഒരു കളിയാണ്. ഇതിൽ വീണുപോയ പാവങ്ങളായ നമ്മുടെ ചില ഹിന്ദുക്കളുണ്ട്, ചില സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അറിയാതെ, സത്യം മനസ്സിലാക്കാതെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ
കാള വാല് പൊക്കിയാൽ ഒന്ന് പറയുന്ന കേട്ടില്ലേ, അതുപോലെ ചാടിക്കേറി അഭിപ്രായം പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്ന് പഠിച്ചിരുന്നെങ്കിൽ, എന്താണ് സംഭവിച്ചെന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് പറയില്ല. കാര്യം ഇത് മനഃപൂർവ്വം ആൾക്കാർക്കിടയിൽ പ്രകോപനമുണ്ടാക്കി ഹിന്ദു സമാജത്തെ വിഘടിപ്പിക്കാനുള്ള കൃത്യമായ അജണ്ടയാണ് അവർ നടപ്പാക്കിയത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഇതുപോലെ വരും, തീർന്നിട്ടില്ല. ഇതൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ഇനിയും ഓരോ കാര്യങ്ങൾ ഇതുപോലെ വരും. എങ്ങനെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആധ്യാത്മികതയിലൂടെ ഹിന്ദു സമാജം ഒന്നാവുന്നു. ഇപ്പോ ജാതി വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ ഹിന്ദു എന്ന ഒരു രണ്ടക്ഷരത്തിന്റെ പിന്നിലേക്ക് ഇപ്പൊ നമ്മൾ കേരളം വിട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം ജാതി ചിന്തകളുണ്ടെങ്കിലും ഹിന്ദുത്വം എന്നുള്ള ഒറ്റ ഒരു കുടക്കീഴിലേക്ക് അവരെത്തും. അത് കേരളത്തിലാണ് ഇപ്പൊ ഇല്ലാതിരിക്കുന്നത്. അതിലേക്ക് വരാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയെല്ലാം തകർക്കാമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലൂടെ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിക്കയറ്റുന്നു. പക്ഷേ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ക്ഷേത്രത്തിൽ നിയമിതരാകുന്നവർ അതിലൊരു 90% ക്ഷേത്രത്തിനോട് അടുക്കുമ്പോൾ, ആ ഈശ്വരീയതയിലോട് അടുക്കുമ്പോൾ, അവിടുത്തെ ചൈതന്യം മനസ്സിലാക്കുമ്പോൾ അറിയാതെ അവർ കമ്മ്യൂണിസത്തിൽ നിന്ന് വിട്ട് അവര് ഈശ്വരീയതയിലേക്ക് പോവുകയാണ്. എനിക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന പല ആൾക്കാരുമുണ്ട്. തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ഉണ്ടായിരുന്ന ആൾക്കാർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനായി മാറിക്കഴിയുമ്പോൾ അയാളുടെ മനസ്സ് മാറുന്നു, അയാൾ ആ ഈശ്വരീയതയിലേക്ക് മാറുന്നു, അയാൾ ഹൈന്ദവ ചിന്തയിലേക്ക് മാറുന്നു. അങ്ങനെ ഉണ്ട്. അത് ഇവർക്ക് മനസ്സിലാകാതെ പോവുകയാണ്. അത് ഇവർക്ക് കാണിക്കുന്ന മണ്ടത്തരമാണ്, ഇവരുടെ തെറ്റാണിത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. ഇവിടെ ഇതുകൊണ്ടൊന്നും ഒരാൾക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിന്ദുക്കളെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ അന്ന് ഈ പിണറായി സർക്കാർ വിചാരിച്ചു 2 സ്ത്രീകളെ ചാക്കി കെട്ടി സന്നിധാനത്ത് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഒക്കെ തീരുമെന്ന്. പക്ഷെ അന്നാണ് ഇവർക്ക് ബോധ്യമായത്, ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഈ പറഞ്ഞ ഒരു ചിന്തകളുമില്ലാതെ, രാഷ്ട്രീയ ചിന്തയില്ലാതെ, ജാതി വർണ്ണവർഗ ചിന്തയില്ലാതെ ഹിന്ദുക്കൾ ഒന്നാവുമെന്ന്. അതുകൊണ്ടല്ലേ അന്ന് ആബാലവൃത്തം ഹിന്ദുക്കളും തെരുവിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അന്ന് തൊട്ടാണ് ഇവർ കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷമാണ് ഈ ദേവസ്വം മന്ത്രിയായിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകാരൻ വരാൻ തുടങ്ങിയത്. അതിനു മുമ്പേയും ഘടകകക്ഷികൾക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റായിട്ട് തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരെ നിയമിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. അതിനു മുമ്പ് ഘടകകക്ഷികൾക്കാണ് പലപ്പോഴും ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ദേവസ്വം ബോർഡുകൾ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചടക്കി, ദേവസ്വം മന്ത്രിസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരൻ പിടിച്ചടക്കി. മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലുള്ള ഉപദേശക സമിതികൾ ഇപ്പൊ തീരുമാനിക്കുന്നത് എവിടെയാ? പാർട്ടി ഓഫീസിലാണ് തീരുമാനിച്ചിട്ട് അവിടുന്ന് ലിസ്റ്റ് എടുത്തിട്ടാണ് ഉപദേശക സമിതി ഉണ്ടാക്കുന്നത്. ശ്രീ വിജി തമ്പി, ഇവിടെ തന്നെ നോക്കിയേ, കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VK ഗോപി CPM, BC പ്രഭാകരൻ CPM, ഡോക്ടർ M മുരളി CPM, K ബിന്ദു CPM, അഡ്വക്കേറ്റ് KG അജയകുമാർ CPI, MK രാഘവൻ ജനതാദൾ, പിന്നെ നെടുമ്പിള്ളി ഗോവിന്ദ നമ്പൂതിരി, അത് തന്ത്രിമാരുടെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ട്, K ഉഷ നന്ദിനി അഡ്മിനിസ്ട്രേറ്റർ, ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ, അദ്ദേഹമാണ് കമ്മീഷണർ. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കാരണം ഇത് കൃത്യമായ ഒരു അജണ്ടയാണ്. അപ്പൊ അതായത് ഇത് ഈ പറഞ്ഞ പണ്ടൊക്കെ ക്ഷേത്ര ഉപദേശക സമിതി എന്തായിരുന്നു? ആ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന, ആ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള, അവിടെ ഉത്സവമായാലും ശരി മറ്റു കർമ്മങ്ങൾ വരുമ്പോഴും പൂർണ്ണ സമയമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായി മുന്നോട്ട് വരുന്നത്. ഇപ്പോ എങ്ങനെയും തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അതിന് 100 രൂപയോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് ഇതെടുക്കാൻ വേണ്ടി, അതിന് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരല്ല എങ്കിൽ എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേറ്റർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് അത് അഡ്ജേൺ ചെയ്യും. ആ മീറ്റിംഗ് അഡ്ജേൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താ? അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ ഗ്രൂപ്പിന്റെ ആളിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെ ഉപദേശക സമിതി അംഗങ്ങളായി നിയമിക്കാം. അപ്പൊ ലിസ്റ്റ് ആരായിരിക്കും? കൃത്യമായിട്ടും അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ലിസ്റ്റ് ആയിരിക്കും ഉപദേശക സമിതിയിലേക്ക് വരുന്നത്. ഇതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ക്ഷേത്രങ്ങൾ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈശ്വര ചിന്തയില്ലാത്ത നിരീശ്വരവാദികളായ ഇവർക്ക് എന്തിനാ ക്ഷേത്രം? പക്ഷെ ആ ക്ഷേത്രം എന്തിനാണ് ഇവർ പിടിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റണം, ക്ഷേത്രത്തിന്റെ ചൈതന്യം നശിപ്പിക്കണം, ക്ഷേത്ര ജീവനക്കാരെ തമ്മിൽ അടുപ്പിക്കണം. അപ്പൊ അത് പാരമ്പര്യമായ ജീവനക്കാർ. ഇപ്പൊ ഗുരുവായൂരാണെങ്കിലും ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ അവിടെ മേൽശാന്തി പട്ടം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും 4 ഇല്ലത്തിൽ നിന്നുള്ളവർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കേ ഉള്ളൂ. അതുപോലെ തന്നെ കീഴ്ശാന്തിമാർക്കും പ്രത്യേക ആൾക്കാരുണ്ട്, കഴകമുണ്ട്, എല്ലാത്തിനും ഉണ്ട്.
എല്ലാത്തിനും പ്രത്യേകം ആൾക്കാർ. അത് ഓരോ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണത്. പല ക്ഷേത്രങ്ങളിലും ഇപ്പം പണ്ട് തൊട്ടേ ഇപ്പം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമായാലും ശരി, തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമായാലും ശരി, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമായാലും ശരി, അതുപോലെ കുറെ ക്ഷേത്രങ്ങളിൽ ചില കുടുംബങ്ങൾക്കായിട്ടാണ് മേൽശാന്തി നിയമനമുള്ളത്. അതെ. ദേവസ്വം ബോർഡിനോട് മേൽശാന്തി നിയമിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം കഴിയുന്നിടത്തോളം എല്ലാ നിയമങ്ങളിലേക്കും ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിക്കയറ്റി ക്ഷേത്രത്തെ നശിപ്പിക്കുക. അതിന് ഉള്ള പുതിയൊരടവാണ് ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിക്കുക. ഇതിന് തന്ത്രിയെ കുറ്റം പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഈ തന്ത്രിയെ പുറത്താക്കണം. തന്ത്രി എന്ത് പഴിച്ചു? തന്ത്രിയുടെ കുറ്റമാണോ? അല്ലല്ലോ. തന്ത്രി അല്ലല്ലോ കുറ്റക്കാരൻ. ഇത് പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിനുള്ളതാണ്. അപ്പൊ ആ കുടുംബത്തിലുള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റൂ. അല്ലാതെ പുറത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അങ്ങനെ തന്ത്രിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടുത്തെ മറ്റു കഴിവക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് മനഃപൂർവ്വമാണ്. ശബരിമല തന്ത്രിയായിട്ട് ഇനി നാളെ KG സെന്ററിൽ ഉള്ള ആരെങ്കിലും ഇരിക്കണമെന്ന് ഒരുപക്ഷെ ഇവര് തീരുമാനിക്കും. അല്ല, അവര് തീരുമാനിച്ചാൽ നടപ്പാക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ കണ്ണോടെ ചിരിക്കുകയല്ലല്ലോ. ഇവിടുത്തെ ഹിന്ദു സമാജവും ഇവിടുത്തെ ഹൈന്ദവ പ്രവർത്തകരും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും കയ്യും കെട്ടിയിരിക്കില്ലല്ലോ. അത് തീരുമാനിച്ചാൽ അവർ വിവരം അറിയും. ഇപ്പൊ ഇവിടെ മാറ്റി നിയമിക്കേണ്ടി വന്നില്ലേ? ഇപ്പൊ 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്, അവിടുത്തെ ചെയർമാന്റെ പറ്റി. ഇനി ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അയാൾ അവിടെ തന്നെ നിയമിക്കും. നിയമിച്ച് കാണിക്കട്ടെ. ഇവിടെ ഹിന്ദു സമാജം ഉണ്ടോ ഇല്ലെന്ന് അപ്പൊ കാണിച്ചു കൊടുക്കാം. അല്ല, ഇത് മനഃപൂർവ്വം കളിക്കുന്ന കളിയാണ്. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഹിന്ദുക്കൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ഇതിനപ്പുറം വരും. ഇത് തമ്മിൽ അടുപ്പിക്കാനുള്ള വ്യക്തമായ അജണ്ടയാണിത്. ഇത് ജാതി വിവേചനമൊന്നുമല്ല. ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്ത കളിയാണിത്. ഇത് മനസ്സിലാക്കേണ്ട ആരാണ്? നമ്മളാണ്, സാധാരണ ഹിന്ദുക്കളാണ്, ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളെ പറ്റിക്കാനുള്ള പണിയാണേ എന്ന് മനസ്സിലാക്കാതെ അവർ പറഞ്ഞു കേട്ട ഉടനെ ചാടിക്കയറി അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്.
നരേശ സാർ, കൂടൽമാണിക്യം ജാതി ഭ്രാന്തിൻ്റെ കൂടാരം എന്നൊക്കെ പറഞ്ഞൊന്ന് കത്തിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഉദ്ദേശിച്ച പോലെ കത്തിയില്ല. നിയമസഭയിൽ ചർച്ച ചെയ്തു. എന്തൊരാവശ്യമായിരുന്നു ദേവസ്വം മന്ത്രിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ. പക്ഷേ അവിടെയാണ് ഭഗവാൻ ബാലുവിനെ തന്നെ നിയോഗിച്ചത്. സത്യം ബാലുവിൻ്റെ വാക്കുകളിലൂടെ പുറത്ത് വന്നു. ബാലു പറഞ്ഞത് തന്നോട് ജാതീയമായി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. 10 ദിവസം ജോലി ചെയ്തതിനിടയിൽ ഒരിക്കൽ പോലും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. തനിക്ക് താല്പര്യം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ച ദേവസ്വം ഓഫീസിലെ അറ്റൻഡർ ജോലിയാണ്. അതാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ അദ്ദേഹം കഴക്കാരനായ മതി എന്ന് ഇപ്പോൾ ശാഠ്യം പിടിക്കുന്നവരുടെ ചേതോവികാരം എന്തായിരിക്കും നടേശ സർ? നമസ്കാരം. അതിൻ്റെ ചേതോവികാരത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ച 2 വ്യക്തികൾ കൃത്യമായി അവതരിപ്പിച്ചു. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ 1950 മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങിയ കാലം മുതൽ ഇപ്പൊ നമുക്ക് 5 ദേവസ്വം ബോർഡാണുള്ളത്. ഈ 5 ദേവസ്വം ബോർഡും ഭരിക്കുന്നത് ഇടത് വലത് കക്ഷി. ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളത് ഇടതുകാരാണ്. അപ്പോ ഇപ്പോഴും ജാതി ഉണ്ട് എങ്കിൽ അതിന് കൃത്യമായി ഉത്തരം പറയേണ്ടത് ഇവരാണ്. കാരണം 3000-ഓളം ക്ഷേത്രങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത് തമ്പുരാക്കന്മാരാണ്. ക്ഷേത്രത്തിലെ പണം ഉപയോഗിച്ച് കൊടിവെച്ച കാറിൽ നടക്കുന്ന ഈ ആളുകളാണ് ഇവിടെ ജാതി ഉണ്ട് എങ്കിൽ കൃത്യമായി ഉത്തരവാദികൾ അവരാണെന്നതാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ജാതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും ജാതി ഉണ്ട്. അതിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം നടന്നതായ പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇന്നേക്ക് കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ കണ്ടെത്തുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസം ചർച്ച ചെയ്ത വിഷയം ഇത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് ക്ഷേത്രങ്ങളിലാവട്ടെ ഒരിടത്തും ജാതിയും ജാത്യാചാരങ്ങളും ആണ് ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കുന്നത്. അത് ഇല്ലാതാവണം. മനുഷ്യനായി പിറവിയെടുത്ത എല്ലാവരും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിസ്ഥാനം മുതൽക്ക് ഇങ്ങോട്ട് എല്ലാം നിർവഹിക്കണമെന്ന് പ്രഖ്യാപിച്ചത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 1987 ചേന്നമംഗലത്തെ പാലിയം വിളംബരമാണ്. മഹാനായ മാധവജിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. ഈ പാലിയം വിളംബരം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ പാലിക്കണം എന്ന് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇതേ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ എന്താ പറയാ ഭക്തജനങ്ങൾ ഗുരുദേവ ജയന്തിക്കും പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മജയന്തിക്കും മാർച്ച് നടത്തിയിട്ട് പറഞ്ഞത് ഇവിടെ പാലിയം വിളംബരം നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവരത് തയ്യാറാവാത്തത്? കൃത്യമാണ്. ഇവിടെ ജാതിയെ ഊട്ടിയുറപ്പിക്കുന്നത് ഈ ഭരിക്കുന്ന കക്ഷികൾ തന്നെയാണ്. അതിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യം, ഇതിലെ തിരക്കഥ എല്ലാം വളരെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചൊരു സംഭവമാണ്. അതായത് ഒരു ഈഴവൻ വരുന്നു, അതിൻ്റെ ഇപ്പുറത്ത് സവർണർ വരുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് മൂന്നാമനായിട്ട് നവോത്ഥാന മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകിട്ടുള്ളതായ മന്ത്രിമാര് വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഈഴവ സമുദായം ഇന്ന് പഴയതുപോലെയല്ല. അവര് സനാതനധർമ്മത്തെയും ഹിന്ദുത്വത്തെയും ശരിക്ക് പഠിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഗുരുദേവ കൃതികളുടെ എല്ലാ അടിസ്ഥാനത്തില് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ പഠിക്കുന്ന സമൂഹം ഇപ്പോ പഴയതുപോലെ ഇവർക്ക് ചാവേറ് ആവാൻ അവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഈ സമുദായത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ജാതി എന്ന ആയുധം എടുത്ത് പയറ്റുക എന്നതാണ്. ഇതാണ് ഇതിന്റെ തിരക്കഥ. ഇതിന് വേറൊരു വേർഷൻ കൂടിയുണ്ട്. അതായത് ഈ അടുത്ത കാലം നമ്മൾ വായിച്ചത് ഷർട്ട് വിവാദം. ഇതിന്റെ ഈ ഷർട്ടിട്ട് ഏതെങ്കിലും ഒരു കീഴാളനെ ക്ഷേത്രങ്ങളിൽ കയറ്റുകയും
അവിടെ ഏതെങ്കിലും ഒരു മുതിർന്ന ഒരു അല്ലെങ്കിൽ ഒരു സവർണ വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു കശപശ ഉണ്ടാക്കുകയും അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കുക എന്ന തിരക്കഥ ഉണ്ടാക്കി വെച്ച് ഇട്ടുള്ളത് ഈ പറഞ്ഞ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരുമാണ്. പറഞ്ഞല്ലോ, അവരാണ് 3000 ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം മതേതര ക്ഷേത്രങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു അവർ തന്നെയാണ്. അത് ഇടപെടണമെന്നും അതിൽ കയറിക്കൂടണമെന്നും അത് കയറിക്കൂടി അവിടുത്തെ ആചാരങ്ങളെയെല്ലാം നശിപ്പിക്കണം എന്നുള്ളത് കൃത്യമായ അജണ്ടയാണ്. ഇതെല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷെ ഓർക്കുക, ഇത് തീ വെച്ചുള്ള കളിയാണ്. ഈ കളിയുടെ ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ ജമ്മു കാശ്മീരിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ഞാൻ പോകേണ്ടതുണ്ട്. മിനിഞ്ഞാന്ന് ഈ സമയത്ത് ഞാൻ കൽക്കത്തയിലായിരുന്നു. കൽക്കത്തയിലെ പല ക്ഷേത്രങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ ഭരിച്ചിരുന്നതായ കമ്മ്യൂണിസ്റ്റുകാരൻ കളിച്ച കളിയുടെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡ്രൈവറായ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്, സാറേ, ഞങ്ങളുടെ ആളുകൾ കാണിച്ച തെറ്റാണ് ഇന്ന് ഇവര് ആവർത്തിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതേ സംഭവമാണ് കേരളത്തിലും ഇവര് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം സാമ്പത്തികമായും സൈനിക ശക്തിയിലും അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ തകർക്കേണ്ടത് നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ ആവശ്യമാണ്. അവർക്കൊരിക്കലും നമ്മളെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ ഇവിടെയുള്ളതായ അർബൻ നക്സലൈറ്റുകളെയും ജിഹാദികളെയും തീവ്ര ഇടതുപക്ഷ ആളുകളെയും വിലക്കെടുത്തിരിക്കുകയാണ്. അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ കൃത്യമായ അജണ്ടയാണ് പല ക്ഷേത്രങ്ങളിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത്. അപ്പോ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല എന്ന് മനസ്സിലാക്കണം. ഇത് തികച്ചും ഒരു തൊഴിൽ തർക്കമാണ്. ഈ തൊഴിൽ തർക്കം നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായിട്ടുള്ളതാണ്. ഇതുപോലുള്ളത് ഇതിൽ ജാതി ഇല്ല, തീരില്ല എന്നുള്ള കാര്യത്തിൽ പിന്നെ നമ്മൾ ആരും സമ്മതിക്കുന്നില്ല. ജാതി ഉണ്ട്, കുറച്ചൊക്കെ ജാതി ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലുള്ള ഒരു വിഷയമല്ല, ഇത് തൊഴിൽ തർക്കമാണ്. കാരണം ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. 2003 സർക്കാർ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന റെഗുലേഷൻ പോലും നിയമവിരുദ്ധമാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് നടക്കുകയാണ്. ആ കേസിന്റെ വിധി പറയുന്നത് ഫെബ്രുവരി 25 ആയിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമായിരുന്നു 24 ആ മനുഷ്യനെ നിയമിച്ചത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്നല്ല, അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു ഈ കളിക്ക് നിൽക്കാൻ. പക്ഷെ അദ്ദേഹത്തെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കുകയായിരുന്നു. കരുവാക്കിയതാണ്. കാരണം അദ്ദേഹത്തിന്റെ ജാതി ഇവര് നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് കഴകക്കാരൻ അവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് ഇപ്പൊ പിടിവാശി ആർക്കാണ്? ദേവസ്വം മന്ത്രിക്കാണ്. ഇനി ഈ ജോലി ചെയ്യിക്കാത്തത് തന്ത്രിമാരാണെന്നുള്ളതാണ് പറയുന്നത്. തന്ത്രിമാരാണ് ഒരു ഭീകരന്മാരെന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ തന്ത്രിമാരെ ഏതെല്ലാം തരത്തിൽ ആക്ഷേപിക്കാമോ ആ തരത്തിൽ മുഴുവനും ആക്ഷേപിക്കുകയും ഇന്ദ്രനെയും ചന്ദ്രനെ പോലും പേടിയില്ലാത്ത ആളുകളാണ്. തന്ത്രിമാരെ അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഈ പ്രശ്നം വളരെ കൃത്യമായ ഒന്നാണ്. അതിൽ ഇവരുടെ മനസ്സിലുള്ളതായ ജാതീയത പുറത്തെടുത്ത് പയറ്റുന്നു. അതിന്റെ ലക്ഷ്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഈ തരത്തിലുള്ള ഒരു കലാപത്തിലേക്ക് നീങ്ങുന്നതായ ഇതിൽ നിന്നു കൊടുക്കരുത്. ഇത് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മുൻകാലങ്ങളിൽ അത്തരത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ദുർബലരായ ഹിന്ദു സമൂഹം അനങ്ങാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല എന്ന കാര്യവും അറിയാം. അതുകൊണ്ടാണ് ഈ ഉള്ളിൽ വിഭജനം ഉണ്ടാക്കുന്നത്. ഇതേ ആളുകൾ തന്നെയാണ് കുംഭമേള ചൊറിച്ചിലാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? കാരണം എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് നടേശൻ സാറേ. ഏതാ? എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. അതാണ്, ഇവരെല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്. പക്ഷെ തൂവൽ പക്ഷികളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമ്മളുടെ രാജ്യത്തെ നിലനിർത്തുന്ന വലിയ സമ്പത്ത്, വലിയ തൊഴിൽ,
നമ്മുടെ കല, ശാസ്ത്രം ഇതെല്ലാം നിൽക്കുന്നത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ ക്ഷേത്രങ്ങൾ ഇല്ലാതായാൽ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് അതിന് നിന്നു കൊടുക്കരുത്. പിന്നെ ചില പുരോഗമനവാദികൾ ഇന്ന് ഇരിങ്ങാലക്കുടയില് എന്താ പറയുക, വലിയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് വേറൊരു നാടകമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാജ്യം ഭരിക്കുന്ന ആളുകളുടെ, ഈ നാട് ഭരിക്കുന്ന എന്ന് മനസ്സിലായില്ലേ, ദേവസ്വം ബോർഡ് കാലാകാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന തമ്പുരാക്കന്മാരുടെ മണിമേടയിലേക്കാണ് അവർ പോയി സമരം ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പാവങ്ങൾ പിടിച്ച ആളുകളുടെ അടുത്തല്ല ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായി ജാതി കളി കളിക്കുന്നത് അങ്ങേയും തെറ്റാണ്. ഇനി ജാതീയതയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട വിഷയം ഇതിന് ഈ ബാലു എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടില്ല, എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ സംഭവിച്ചു, അതല്ല ജാതി ഉണ്ട് എന്ന് പറയുന്നത് ഇവരാണ്. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കുലംകുത്തികളായ ചില ആളുകൾ, മനസ്സിലായില്ലേ, ദേവസ്വം ഭരിക്കുന്നതായ കുലംകുത്തികളായിട്ടുള്ള ആളുകൾ കൃത്യമായി നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഇത്. എല്ലാ കാലവും നടന്നതുപോലെ നടക്കില്ല ഈ ജാതിക്കളി കളിച്ച്. പിന്നെ മറ്റൊരു കാര്യം പൊതുസമൂഹത്തിന്റെ അറിവിലേക്ക് പറയുകയാണ്. ഞാൻ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനാണ്. സംസ്കൃത സർവകലാശാലയുടെ കേന്ദ്രങ്ങൾ പൂട്ടുക എന്നത് ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. അതിന്റെ ഭാഗമായി തൃശൂർ സെന്റർ അടച്ചുപൂട്ടി. ഈ തൃശൂർ സെന്ററിന് സ്ഥലം ഇരിങ്ങാലക്കുടക്കടുത്ത് കൊടുക്കാം, അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള ആളാണ്. പക്ഷെ അത് ബ്രാഹ്മണിക് ഹെജുമണിയുള്ള സ്ഥലമാണ്, വേണ്ട എന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. പറഞ്ഞു വരുന്നത് അത് പൂട്ടി. ഇതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കാനുള്ള മറുതന്ത്രം കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തകർത്തിട്ട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിറിയയിലേക്കാണോ, അഫ്ഗാനിസ്ഥാനിലേക്കാണോ എന്ന ചോദ്യമാണ് ഇവിടെ പൊതുസമൂഹത്തിനോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ജാതിയുടെ പേരിലുള്ളതായ ഈ കളി നിർത്തണം. ഇത് തൊഴിൽ തർക്കമാണ്. ഈ തർക്കം പരിഹരിക്കാനുള്ള നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമ സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോവേണ്ടത്. അതല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ പോവരുത് എന്നതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. സിറിയയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ പേര് പറഞ്ഞ അപ്പ കേസാണ്.
ശ്രീ ഭഗത്, ദേവസ്വം മന്ത്രി VN വാസവൻ നൽകിയ വിശദീകരണത്തിലെ ഒരു പരാമർശം ഞാനത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതായത് കൂടൽമാണിക്യം ആക്റ്റും റെഗുലേഷനും പ്രകാരം ക്ഷേത്രത്തിലെ കഴകൻ ജോലികൾ നിർവഹിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളുമുണ്ട്. ഇതനുസരിച്ച് 1025+ DA ശമ്പള സ്കെയിലുള്ള കഴകം തസ്തികയിലേക്ക് പാരമ്പര്യമായി തന്ത്രി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയും 1300, 1880 ശമ്പള സ്കെയിലുള്ള കഴകത്തെ നേരിട്ടുള്ള നിയമനം വഴി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേനയുമാണ് നിയമിക്കേണ്ടത്. ഇതിൽ വാസ്തവമുണ്ടോ ശ്രീ ഭഗത്? നോക്കൂ, ഇവിടെ ഒരു പ്രധാന വിഷയമുണ്ട്. എവിടെയൊക്കെ നമുക്കറിയാം 48,000 ക്ഷേത്രം കേരളത്തിലുണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ 3500 ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് കൈയടക്കിയിട്ടുള്ളത്. എന്തായിരിക്കും കാരണം? 48,000 ക്ഷേത്രത്തിനും 3500 എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ 3500 ക്ഷേത്രങ്ങളിൽ മാത്രം കൈയടക്കാൻ കാരണം, അവിടെ നിയമങ്ങൾ നടത്താൻ കാരണം തീർച്ചയായും അവിടെ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ അഷ്ടിക്ക് വരിയില്ലാതെ കുടുംബക്കാരോ അതിനോട് ബന്ധപ്പെട്ട ചുറ്റുവട്ടുള്ള ആൾക്കാരോ കൂടി കലർന്നുകൊണ്ടായിരിക്കും നടപ്പിലാക്കുന്നുണ്ടാവുക. പക്ഷേ ഈ 3500 വരെ ക്ഷേത്രങ്ങളിൽ കൈകടത്തുകയും അവിടെ തങ്ങളുടേതായ ആൾക്കാരെ തിരികെ കയറ്റാനുള്ള ചില നടപടികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കാൻ പറ്റും. നോക്കൂ, നമുക്കറിയാം ഏകദേശം ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ കഴകക്കാരുടെ ജീവിച്ചുള്ള ഒരു പാരമ്പര്യമുള്ള ആൾ. നമ്മുടെ തറവാട്ടിലൊക്കെ തൊട്ടടുത്ത് തെക്കേപ്പാട്ട്, വടക്കേപ്പാട്ട് അല്ലെങ്കിൽ കളത്തിൽ വാരിയം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കൊരു പെല വന്നു. ആ പെലയ്ക്ക് തൽക്കാലം 15 12 അല്ലെങ്കിൽ ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള വാര്യക്കാരോട് സഹകരിച്ചു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം നിയമങ്ങൾ വരുന്ന സമയത്ത് ഇവരൊന്ന് പണിമുടക്കിയ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പണിമുടക്കുന്ന ഒരവസ്ഥയിലേക്ക് സാധാരണ ഒരു തൊഴിലിടങ്ങൾ പോലെയായി ക്ഷേത്രങ്ങളെ അധപ്പതിപ്പിക്കാനുള്ള ഇത്തരം നിയമങ്ങളോട് നമുക്ക് ഈ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് ഭക്തജന സമൂഹത്തിന് ഒരിക്കൽ പോലും അംഗീകരിക്കാനോ അതിൻ്റെ പിന്നാലെ നിൽക്കാനോ നമുക്ക് സാധിക്കില്ല എന്ന് ആദ്യമെന്ന് പറഞ്ഞു വെക്കട്ടെ. പ്രത്യേകിച്ച് വാര്യമഹാസഭയെ പോലുള്ള ചില കൃത്യമായ അജണ്ടകൾ സമൂഹത്തിന് മുന്നിൽ വെക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന വ്യക്തികളായെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ നേരിടുന്ന ഏത് വെല്ലുവിളികളും അതിൻ്റേതായ ചിട്ടവട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങൾ അത് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായും സർക്കാരിൻ്റെ അടിസ്ഥാനത്തിലുമായി കടന്നു വരുമ്പോൾ നോക്കൂ, ഈ പാരമ്പര്യമൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ പാരമ്പര്യമില്ല, പാരമ്പര്യത്തിനോട് ബന്ധപ്പെട്ടൊന്നും ഇല്ല എന്ന് പറയാൻ സമൂഹത്തെ പഠിപ്പിക്കുകയും അതിലേക്ക് ഇവരുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം കുത്തിക്കറ്റാനുള്ള ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്കറിയാം ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ യൂണിയനുകൾ വന്നു കഴിഞ്ഞു. സത്യത്തിൽ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ യൂണിയനുകൾ വന്നിട്ട് കാര്യമുണ്ടോ? നോക്കൂ, യൂണിയനുകളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പരിഭാവനത്തെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നോക്കൂ, ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളൊരു ക്ഷേത്രമുണ്ട്, ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രദേശത്ത് താമസിക്കുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം A ക്ലാസ് ക്ഷേത്രമാണ്. അവിടെ ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ട്രസ്റ്റിമാർക്ക് ഉപദേശം നൽകുന്നത് ഞാൻ ഒരു ക്ഷേത്രവിശ്വാസികളോ അല്ലെങ്കിൽ അമ്പലവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല എന്ന് പറയുന്നൊരു വക്കീലാണ്. ആ വക്കീൽ പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊരു ബിംബമാണെന്നുള്ള. പക്ഷെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നടന്നു വരുന്ന ഇത്തരം നിയമങ്ങൾ സമൂഹത്തെ പരോക്ഷമായി ക്ഷേത്രങ്ങളിലേക്ക് വരുത്താനുള്ള ആ ഭക്തജനങ്ങളുടെ അടുപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പാവം ഈ നിയമിച്ചിട്ടുള്ള വ്യക്തി തന്നെ അറിയുന്നില്ല താങ്കൾ എന്തിനാണ് നിയമിച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴാണ് കഴകക്കാരനായി വരുന്നത്. ഈ 12 നേരത്തെ പറഞ്ഞ അനിൽ നമ്പ്യാർ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത് ഞാൻ പറയുന്നത് 12 കുടുംബാംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഒരു കുടുംബാംഗങ്ങൾ. ഈ 12 കുടുംബാംഗങ്ങളിൽ ഒരു കുടുംബാംഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കൂ, ഒരിക്കൽ ഇപ്പോൾ ഈ കാരായ്മ എന്ന് പറയുന്നത് എഴുതി കൊടുത്തിട്ട് വേണം. നോക്കൂ, നമ്മൾ ഒരു വടക്കേപ്പാട്ട് തറവാട്ടുകാർ തെക്കേപ്പാട്ട് തറവാട്ടുകാർക്ക് കഴകം കുറച്ചു കാലം നടത്തണമെന്നുണ്ടെങ്കിൽ അത്തരം കാലത്തെ ഒരു എഴുത്തവിടെ കൊടുത്തിട്ടാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ സംഭവം ചെയ്യുന്നത്. ഇതിവിടെ ഒന്നും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നു കയറുമ്പോൾ നോക്കൂ, ആ 12 ഇന്ന് ഈ ഒരു കുടുംബത്തിലേക്കാണ് ഇവർ കടന്നു കയറിയിട്ടുള്ളത്. പാവം ഈ നിയമിച്ചിട്ടുള്ള ഈ പാവം വ്യക്തി നിസ്സഹായനായിട്ടാണ് എനിക്കിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടു വായിച്ച് തോന്നിയത്.
പക്ഷേ ഇന്ന് ഈ കുടുംബത്തിലേക്ക് കടന്നു എന്ന ഈ സംഭവം നാളെ ഈ 12 കുടുംബാംഗങ്ങളിലേക്കും കടന്നു വരാനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും കടന്നു വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ക്ഷേത്ര മതേതരമെന്ന് പറയുന്ന ഈ സംഘടനയാണ്, ഈ പ്രസ്ഥാനങ്ങളാണ്, ഈ ഭരണകൂടമാണ് ഇതിനൊക്കെ വഴിവലിച്ച് ഈ സമൂഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയ്ക്കോ ഹൈന്ദവ സമൂഹത്തെ തമ്മിത്തല്ലിക്കാനുള്ള ഹിഡൻ അജണ്ടയുമായി ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് വാര്യ മഹാസഭയ്ക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അല്ല, ദേവസ്വം അധികൃതർ പ്രതീക്ഷിച്ചത് ഈ ബാലുവിനെ കാരായ്മക്കാർ കൈകാര്യം ചെയ്യും, ക്ഷേത്രത്തിന് അകത്തിട്ട് തന്നെ കൈകാര്യം ചെയ്യും എന്നൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ പെട്ടെന്ന് തന്നെ അവിടേക്ക് നിയമിച്ചത്. പക്ഷേ അതുണ്ടായില്ല അല്ലേ? അതെ, അല്ല, അത് തന്നെയാണ് ശരിയും. നോക്കൂ, അവിടെ ജനങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരാണ്. ജനങ്ങൾ മാത്രമല്ല, ഈ തന്ത്രി അടക്കം ബോധവാന്മാരാണ്. ഇത് ഇന്ന് ഈ പറയുന്ന വാര്യന്മാരുടെ ഈ വാര്യർ കുടുംബത്തിലേക്ക് കടന്നു കയറിയാൽ നാളെ തന്ത്രിയുടെ തലയ്ക്കാണ് വരുന്നത്. നോക്കൂ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞാലും നമ്മൾ ദേവസ്വം ബോർഡ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തും തലയ്ക്ക് എന്തൊരു ചെറിയൊരു അമ്പലത്തിൽ ചെറിയ വിഷയമുണ്ടെങ്കിൽ ആ ചെറിയ വിഷയം ചർച്ച ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഭക്തജന കമ്മിറ്റിയുടെ ഭക്തജനങ്ങളോട് ബന്ധപ്പെട്ട ആൾക്കാരോട് പറയുന്നത് തന്ത്രിക്കാണ് എല്ലാ അവകാശങ്ങളും, ഞങ്ങൾക്കൊന്നും അവകാശമില്ല. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് സമ്പത്തിന് ആവശ്യമുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന ചില വിഷയങ്ങൾ ആസ്പദമായി സംസാരിക്കുമ്പോൾ അതൊക്കെ തന്ത്രിയുടെ തലക്കിടും, അല്ലെങ്കിൽ ട്രസ്റ്റിയുടെ തലക്കിടും. ഈ ട്രസ്റ്റിയുടെയും തന്ത്രിയുടെയും തലക്കിട്ട് ഇത് ജനങ്ങളിലേക്ക് ഈ ഭക്തജന കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ ചെല്ലുമ്പോൾ ഇത് സമൂഹത്തിലേക്ക് ഈ സംഭവം പകർന്നു നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലൂടെ ഇവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണ് പരോക്ഷമായിട്ട് ഇവിടെയുള്ള ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്. പല ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പല ചില നിയുക്തരായിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നറിയാത്ത ഭാവത്തിൽ സമൂഹത്തിനുള്ളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇറക്കി ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈന്ദവ വിശ്വാസം പ്രത്യേകിച്ച് ഭക്തജനങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കടന്നുകയറ്റങ്ങൾ നമ്മൾ ഇന്ന് തന്നെ മുളയിലേ നുള്ളിയിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാം ഉപജീവന മാർഗം, പ്രത്യേകിച്ച് ക്ഷേത്ര ജീവനക്കാരുടെ ഉപജീവന മാർഗം ഒക്കെ തന്നെ ഇവർ കവർന്നെടുക്കും. നോക്കൂ, ഇത് ഇനി ചില ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ മതേതരത്വത്തിന് ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പല സമുദായത്തിൻ്റെ ആൾക്കാരെയും ഹൈന്ദവ വിശ്വാസികളെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നു തുടങ്ങി. ഹൈന്ദവ വിശ്വാസത്തോട് യാതൊരു കൂറുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതേ ആൾക്കാർ തന്നെ നാളെ മതേതരത്വത്തിൻ്റെ പേര് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് കേഡറ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് MLA ആണെന്ന് പറഞ്ഞുകൊണ്ട് 4 ക്ഷേത്രങ്ങൾ ഭരിക്കാനും തന്ത്രിക്ക് മുകളിലും അതിൻ്റെ മുകളിലും ഭക്തജനങ്ങളുടെ മുകളിലും കയറിയിരിക്കാൻ അതിവിദൂരത്തല്ലാത്ത കാലഘട്ടം വന്നിരിക്കുന്നു എന്നാണ് നമുക്കിത് ചൂണ്ടിക്കാണിക്കുന്നത്. യെസ്, ഡെമോക്രസിൻ്റെ വാൾ തൂങ്ങിക്കിടപ്പുണ്ട്. ഒറ്റ കാര്യം കൂടി ശ്രീ ഭഗത്ത്, അതായത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ 6 തന്ത്രിമാരുണ്ട്. പക്ഷേ ഈ കഴകം വിവാദത്തിന് ശേഷം ഈ തന്ത്രിമാരുടെ എണ്ണം 1ലേക്ക് ചുരുക്കാൻ ദേവസ്വം നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നും അറിയുന്നു. ശരിയാണോ അത്? തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു വാര്യ സമൂഹത്തിനുള്ളിലേക്ക് കയറിയത് ഇപ്പോൾ മൊത്തം ഉള്ളിലേക്ക് കവർന്ന് കയറി കഴിഞ്ഞു. ഒരിക്കൽ പോലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ തന്ത്രി സമൂഹമോ അവിടുത്തെ വാര്യ സമാജമോ ഒരിക്കൽ പോലും ജാതി പറഞ്ഞിട്ടില്ല, ജാതിയുടെ അപക്ഷേപം നടത്തിയിട്ടില്ല. അവർ പറഞ്ഞത് അവിടുത്തെ കാരായ്മക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യം നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും നോക്കൂ, നമ്മൾക്ക് പാലക്കാട് ജില്ലയിലുള്ള താമസിക്കുന്ന ഒരാളാണ്. ചെനക്കത്തൂർ പൂരായാലും മറ്റ് പല പൂരങ്ങളിലൂടെ മുറിച്ചിൽ കാളവേല അതുപോലെ തന്നെ മറ്റേ വേലകൾ നടത്തുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ അവകാശങ്ങളായിട്ടാണ് ഈ കാളവേല കെട്ടാനും കുതിരവേല കെട്ടാനും ഒക്കെ നടത്തുന്നത്. ഇത് അവർക്ക് ശരിയല്ല, ഞങ്ങൾ കെട്ടാന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ സമുദായം അതിനെതിർക്കും. അതേ സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാൻ അവർ സമ്മതിക്കുമോ? നമുക്ക് ഉപജീവന മാർഗ്ഗം എൻ്റെ ചെറുപ്പം മുതലൊക്കെ നമുക്ക് കണ്ടു വളർന്നതാണ്. ഒരു ഭക്ഷണമില്ലാതെ നമ്മളവിടെ നമുക്കറിയാം, നമ്മുടെ സമുദായത്തിൻ്റെ പല ആൾക്കാരും പടച്ചോറ് വേണ്ടി കാത്തിരിക്കുന്ന, എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 3 ദിവസം കൂടുമ്പോൾ ഒരു പടച്ചോറ് കിട്ടിയാൽ അത് വയറ് നിറഞ്ഞാൽ അത് മോരും കൂട്ടി എന്തെങ്കിലും കഴിക്കുക എന്നൊരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി വലിയ വലിയ സമ്പത്ത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48,000 ഒന്നുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇവരാരും കടന്നു കയറുന്നില്ല. അപ്പോൾ ഈ കടന്നുകയറ്റം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും പാസ്.
ശ്രീ വിജി തമ്പി, നേരത്തെ നടേശൻ സാർ ഇവിടെ അവതരിപ്പിച്ചൊരു പോയിന്റ്, അതിൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ചർച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് ഈഴവ സമുദായമാണല്ലോ ഈ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ. പക്ഷേ സമീപകാലത്ത് CPM-ലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ്. അപ്പോൾ ഈ ഒരു സമുദായം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു. അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതല്ലേ? ഞങ്ങളിതാ ഈഴവ സമുദായത്തോടൊപ്പമാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ജാതീയ അധിക്ഷേപം കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു പ്രതിവിധി ഉണ്ടാക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് കാണിക്കാനുള്ളൊരു തന്ത്രമല്ലേ ഈ കൂടൽമാണിക്യ ക്ഷേത്ര വിവാദത്തിൽ ഇറക്കിയിരിക്കുന്നത്? 100% അത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ട. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള വിശ്വാസം അതിനകത്തുള്ള ഹിന്ദുക്കൾക്ക് കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ ഹിന്ദുക്കളെങ്കിലും ഇപ്പോൾ അരക്ഷിതാവസ്ഥയിലാണ്. അവിടെ എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം എല്ലാ ഹിന്ദു ബിംബങ്ങളെയും ഏതെല്ലാം രീതിയിൽ അപമാനിക്കാമോ അവഹേളിക്കാമോ ആ രീതിയിലെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യത്തിലും. അതായത് ഇപ്പോൾ നമ്മളൊരു ക്ഷേത്ര വിശ്വാസിയാണെങ്കിൽ തന്നെ ക്ഷേത്ര വിഷയങ്ങളിലായാലും അതുപോലെ തന്നെ ഓരോ പൂജയുടെ വിഷയങ്ങളിലായാലും എല്ലാ കാര്യത്തിലും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട്, അപ്പൊ അവർക്കിടയിൽ തന്നെ അവർക്കെന്നെ തോന്നില്ലേ, ഒരു വിശ്വാസിയായ ഒരാൾ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനായ എല്ലാവരും അവിശ്വാസിയാവണമെന്നില്ല. ഹിന്ദു വിശ്വാസമുള്ള അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരന്മാരാവാം. അപ്പൊ പക്ഷെ അവർക്കിടയിൽ അവർക്കൊരു സംശയം ഉണ്ടാവില്ലേ? കാരണം ഇത് മനഃപൂർവ്വം ഇത് ഞങ്ങളെ മാത്രം അവഹേളിക്കുകയാണല്ലോ എന്ന് തോന്നലുണ്ടാവും. ആ ഒരു തോന്നൽ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നേരത്തെ ശ്രീ നടേശൻ പറഞ്ഞതുപോലെ ഈഴവ സമുദായത്തിനാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. കാരണം പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തമായത് ആലപ്പുഴയാണ്. അന്ന് KR ഗൗരിയമ്മയായാലും ശരി, അതിനു മുമ്പുള്ള അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അന്ന് വലിയ ശക്തമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ, ഈ ഈഴവ സമുദായക്കാർ ഈ കമ്മ്യൂണിസ്റ്റിലേക്ക് ആകർഷിതരായി. അതുപോലെ തന്നെ മലബാറിലോട്ട് പോയാലും. പക്ഷെ ഇപ്പോൾ അവരെല്ലാം ഒരു ചിന്താക്കുഴപ്പത്തിലാണ്. ആ ചിന്താക്കുഴപ്പത്തിലാണെന്നുള്ളത് കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുമുണ്ട്. അപ്പൊ അവരിലെ ചിന്താക്കുഴപ്പം മാറ്റാനും നേരത്തെ ശ്രീ അനിൽജി പറഞ്ഞതുപോലെ അവരോടൊപ്പമാണ് ഞങ്ങൾ, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അതായത് ഈ പറഞ്ഞ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് ഒരു ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഇവ പല സ്ഥലത്തും പല ഗൂഢതന്ത്രങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ആരാണ്? ഈ തന്ത്രിമാരും അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണ്. അല്ലെങ്കിൽ ഒരു വാക്ക് അനാവശ്യമായി വീണാൽ ആ വാക്കിനെ പിടിച്ച് അതിലൂടെ ഇവർക്ക് പ്രശ്നമുണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഇപ്പൊ തന്ത്രിമാരായാലും ശരി, അതുപോലെ മേൽശാന്തിമാരായാലും പൂജാരിമാരായാലും അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരു കാര്യം, ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് 10 പേരോടെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയട്ടെ എന്ന് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രമേ അഭിപ്രായം പറയാവൂ. പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈയിടയ്ക്ക് ഗുരുവായൂരുണ്ടായ ഒരു പ്രശ്നം, തന്ത്രി അദ്ദേഹത്തിനെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതാണോ എങ്ങനെയാണോ എന്നറിയില്ല. തന്ത്രി അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതനുസരിച്ച് ഈ പറഞ്ഞ കാലങ്ങളോളം പുരാതനമായി നിലനിന്നിരുന്ന അവിടുത്തെ ആ ഏകാദശി ദിവസത്തിലെ ഉദയാസ്മന പൂജ മാറ്റി. അതിനെ ഹൈക്കോടതി അംഗീകരിച്ചെങ്കിലും സുപ്രീം കോടതി അതിനെ എതിർത്തു. ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പൊ ആ വിഷയം നിൽക്കുന്നത്. നാളെ സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്. തന്ത്രി ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദേവസ്വം ബോർഡിന്റെ പ്രതികരണം? അപ്പൊ തന്ത്രിയല്ല അവസാന വാക്ക്, തന്ത്രിക്ക് തെറ്റ് പറ്റാം, തന്ത്രി പറഞ്ഞ തെറ്റാണ്, അപ്പൊ തന്ത്രിയുടെ വാക്കിന് അവസാന വാക്കായി എടുക്കണ്ട എന്ന് തീരുമാനിക്കും. ഇനി അഥവാ തന്ത്രി ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞാലോ നാളെ എന്ത് കാര്യത്തിലും എന്ത് മാറ്റവും വരുത്താം, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ എങ്ങനെയും തകർക്കാം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കും. അപ്പൊ ഇതില് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും ചെയ്യുന്ന എന്താ, തന്ത്രിക്കെതിരെയാണ് എല്ലാവരും പ്രവർത്തിച്ചത്. തന്ത്രി എന്ത് പഴിച്ചു? തന്ത്രിയുടെ കുറ്റമല്ലല്ലോ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഔദ്യോഗിക പ്രശ്നമാണ്, അല്ലാതെ ഇതൊരു ജാതീയ പ്രശ്നമല്ല. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ കാരായ്മ ഊരായ്മ എന്നുള്ളതെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതി, ഭാരതത്തിലെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് കാരായ്മയും ഊരായ്മയും എല്ലാം. അപ്പൊ അതിനൊരു മാറ്റാൻ പറ്റുമോ?
ഇപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിയുണ്ട്. ആ രീതി അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആർക്കാണ് കഴകം, അല്ലെ ആർക്കാണ് പൂജ അവകാശം, അത് അവർക്കല്ലേ കൊടുക്കാൻ പറ്റൂ. മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇതുപോലുള്ള ക്ഷേത്രങ്ങളെ മാത്രം വിശ്വസിച്ച് ക്ഷേത്രങ്ങളിൽ മാത്രം ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവർക്ക് വേറെ ജീവിത മാർഗമുണ്ടോ? നേരത്തെ ശ്രീ ഭഗത്ത് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ പടച്ചോറും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഇത്തിരി പായസവും ഇതും കഴിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഗുരുവായൂർ എടുക്കാം. ഗുരുവായൂർ പലപ്പോഴും നമുക്കറിയാം ഉച്ചയാകുമ്പോഴത്തേക്കും ആ ഉച്ചപൂജ കഴിഞ്ഞാൽ ഇവർ ഈ കഴകക്കാരെല്ലാം വന്ന് അവർ പാത്രത്തിൽ പടച്ചോറ് വാങ്ങിച്ചുകൊണ്ട് പോകും. അവർക്ക് മാത്രമല്ല, അവർ കുടുംബാംഗങ്ങൾ കൂടിയാണ്. അപ്പൊ ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനം മറ്റ് തൊഴിലുകളുമായിട്ട് നിങ്ങൾ താരതമ്യം ചിന്തിച്ച് നോക്കൂ, എത്രയോ തുച്ഛമാണ്. മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൽ ഇപ്പൊ പലപ്പോഴും പല ഈ പൂജാരിമാരും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ചെറുപ്പക്കാർക്ക് വിവാഹം പോലും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പല ക്ഷേത്രങ്ങളും ഇപ്പം കൂടൽമാണിക്യ ക്ഷേത്രമാണെങ്കിലും അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലും അതിരാവിലെ തുറക്കുന്ന ക്ഷേത്രങ്ങളാണ്. 3 മണിക്കും 3:30 മണിക്കുമാണ് ക്ഷേത്രങ്ങൾ തുറക്കുന്നത്. 3 മണിക്ക് ക്ഷേത്രം തുറക്കണമെങ്കിൽ ഈ മേൽശാന്തി കുളി കഴിഞ്ഞ് 2-2:30 ആകുമ്പോൾ ക്ഷേത്രത്തിൽ ഉണ്ടാവണം. അതുപോലെ രാത്രി അടയ്ക്കുമ്പോൾ 8-9 മണിക്ക് 8-9 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ശുദ്ധമാക്കി ഇദ്ദേഹം വീട്ടിലെത്തുമ്പോൾ 10-11 മണിയാവും. അപ്പൊ 2 മണിക്കൂർ 2:30 മണിക്കൂറാണ് അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നത്. പിന്നെ ഒരു കാര്യങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ക്ഷേത്രത്തിലെ ഒരു പൂജാരി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന് അവധിയില്ലല്ലോ. മറ്റെന്ത് തൊഴിലിനും ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടും, ക്ഷേത്രത്തിന് അതില്ല. അപ്പം മറ്റു ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് മറ്റു കുടുംബ ബന്ധങ്ങളോ എല്ലാത്തിൽ നിന്നും അകന്നു പോകേണ്ടി വരും. അപ്പൊ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവരെ ആൾക്കാർ ഇപ്പൊ പുതിയ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പോലും തയ്യാറാവാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ എങ്കിലും അവർ ഈ ക്ഷേത്രങ്ങളിലും ആ ഈശ്വരനിലുള്ള വിശ്വാസം കൊണ്ടാണ് അവർ ആ ക്ഷേത്രങ്ങളിൽ അത്രയും പണിയെടുക്കുന്നത്. നിസ്സാര ജോലിയൊന്നുമല്ല ക്ഷേത്രങ്ങളിലെ ജോലി. ഈ തട്ടിമുട്ട് പണിയൊന്നും ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. കഴകക്കാരനായാലും ശരി, അല്ലെങ്കിൽ മേൽശാന്തി ആയാലും ശരി, ശാന്തിക്കാരായാലും അവർ അതുപോലെ കഷ്ടപ്പെടണം. അവിടെ വന്നിരുന്ന് മറ്റേ ഓഫീസിൽ നിന്ന് പൈസ വാങ്ങിച്ചു വെച്ചിട്ട് റെസിപ്റ്റ് കൊടുക്കുന്ന പണിയല്ല അവർ ചെയ്യുന്നത്. അപ്പൊ അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട പല കാര്യങ്ങളുമാണ്. സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഭഗവാന്റെ കോപത്തിനാണ് പാത്രമാവുന്നത്. നമ്മൾ മറ്റാരുടെ കോപവും നമുക്ക് പരിഹരിക്കാം. പക്ഷെ ആ ഈശ്വര കോപം വന്നു കഴിഞ്ഞാൽ അത് ആ തലമുറയല്ല, അടുത്ത തലമുറകളെ കൂടെ ബാധിക്കും. അപ്പൊ അത്രയും സൂക്ഷ്മതയോടെ പണിയെടുക്കുന്ന അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ ഉപജീവന മാർഗം, അല്ലാതെ അവർക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും തമ്മിൽ തെറ്റിച്ച് മറ്റുള്ള ഇപ്പം ആൾക്കാരെ കയറ്റി എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ നശിപ്പിക്കണം. ഇത് അജണ്ട ഇതേ ഉള്ളൂ. ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കുക, ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരാതാക്കുക, അതോടുകൂടി ഹൈന്ദവ സമാജത്തിന് ഉള്ളിൽ ഒരു വളരെ വലിയ ഭിന്നിപ്പുണ്ടാക്കുക. ഇപ്പൊ ഷർട്ട് വിവാദമൊക്കെ അത് തന്നെയാണ്. നമുക്കിപ്പോ ഈ പറഞ്ഞ ഓരോ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രങ്ങളുടെ ഓരോ ആചാര അനുഷ്ഠാന മര്യാദകളുണ്ട്. അതനുസരിച്ച് ആ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള രീതി ആയിരിക്കില്ല വടക്കുന്നാഥ ക്ഷേത്രത്തിൽ, വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ള രീതി ആയിരിക്കില്ല കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ള രീതിയല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെതായ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്, നമുക്ക് കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലുള്ള രീതിയല്ല കേരളത്തിലുള്ളൂ. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ നിലനിർത്തുന്നത് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകള്, ഹോമങ്ങള്, അതുപോലെ ഈ സപ്താഹങ്ങള്, അതുപോലെ പല 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 ഈശ്വരീയമായ കർമ്മങ്ങളിലൂടെയാണ് ക്ഷേത്ര ചൈതന്യത്തെ ഉണർത്തുന്നത്, ക്ഷേത്ര ചൈതന്യത്തെ നിലനിർത്തുന്നത്. ഇപ്പൊ ഗുരുവായൂർ ഇത്രയും ആൾക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്താ? അവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ചൈതന്യം നമുക്ക് പകർന്നു നൽകുന്ന ആ അനുഭൂതിക്കാണ്. അപ്പൊ ആ അനുഭൂതിക്ക് വേണ്ടിയാണ് ഒരാൾ ക്ഷേത്രത്തിൽ എത്തുന്നത്. ആ ക്ഷേത്രത്തിൽ ആ അനുഭൂതി ലഭിക്കണമെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം അതേ രീതിയിലൂടെ നിലനിൽക്കണ്ടേ. ഈയിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മദ്രാസ് IIT-യിലെ ഒരു വളരെ മുതിർന്നൊരു പ്രൊഫസർ, അദ്ദേഹം ക്ഷേത്ര ചൈതന്യത്തെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വന്നു. അദ്ദേഹത്തെ ഞാൻ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടാനിടവന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേരളത്തിൽ ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയി, പക്ഷേ പൂർണ്ണമായിട്ടും ക്ഷേത്ര ചൈതന്യം ഇന്ന് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം ഗുരുവായൂരാണ്. കാര്യം മറ്റു പല ക്ഷേത്രങ്ങളുടെയും ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, പ്രധാനമായിട്ടും പൂക്കൾ ആലോചിക്കൂ. പലപ്പോഴും നമുക്കിപ്പോൾ ക്ഷേത്രങ്ങൾക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെ നമുക്ക് ആ ക്ഷേത്രത്തിൽ ആവശ്യമുള്ള ഒരു പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചുകൂടെ? ചെയ്യില്ല, ദേവസ്വം ബോർഡ് ചെയ്യില്ല. പകരം ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ പലതും വിഷമടിച്ച പൂക്കളാണ് വരുന്നത്. അതുകൊണ്ടാണ് പലരും ഇപ്പൊ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി തുളസി ചെവിയിൽ വെക്കും. ഇപ്പൊ ചെവിയിൽ അവിടെ ഇൻഫെക്ഷൻ ആയി, ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് ഈ തുളസിയുടെ ഇൻഫെക്ഷൻ ആണ്.
തുളസിക്ക് ഇൻഫെക്ഷൻ വരില്ല നമുക്കറിയാം. അകത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും അതെ. ചൈതന്യമാർന്ന ഒരു സാധനമാണ് തുളസി. അപ്പൊ ഈ തുളസി വെച്ച് ഇൻഫെക്ഷൻ വരണമെങ്കിൽ വിഷമടിച്ച തുളസിയാണ് വരുന്നത്. അതുപോലെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എണ്ണയാണോ, നല്ലെണ്ണയാണോ ക്ഷേത്രത്തിൽ കിട്ടുന്നത്? പലയിടത്തും ഈ പറഞ്ഞ നോൺ വെജിറ്റേറിയൻ വരെ പാചകം ചെയ്ത് എണ്ണ വെറുതെ കൊണ്ടുപോയി കളർ മാറ്റി അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് അതിനെയാണ് കൊണ്ടുവരുന്നത്. ഈ ഇടയ്ക്ക് തൃശ്ശൂർ അടുത്ത കൊണ്ടൊരു ക്ഷേത്രത്തിൽ നിന്ന് ബാക്കി വന്ന എണ്ണ എടുത്ത് പുറത്ത് ഒഴിച്ചപ്പം ഏതൊരു പൂച്ച പോയി നോക്കി, പൂച്ച ചത്തുപോയി. അപ്പൊ എണ്ണയുടെ മഹത്വം മനസ്സിലായില്ലേ? അപ്പൊ ആ എണ്ണ പൂച്ച പൂച്ച എന്തുകൊണ്ട് എണ്ണ നക്കി? എണ്ണയുടെ ഒരു സ്മെല്ലുണ്ടെ പൂച്ച നക്കുക. അതിനകത്ത് ഏതോ മീൻ്റെയോ ഇറച്ചിയുടെയോ എന്തോ ഒരു മണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പൂച്ച പോയി നക്കിയത്. ആ പൂച്ച ചത്തും പോയി. അപ്പൊ ആ എണ്ണ, അതുപോലെ നെയ്യ് എന്ന് പറഞ്ഞ് കിട്ടുന്ന നെയ്യാണോ? ഇന്ന് കിട്ടുന്ന നെയ്യാണോ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുപോലെ ശാമണത്തിരി ആയാലും കർപ്പൂരമായാലും, കർപ്പൂരം എന്ന് പറഞ്ഞാൽ കർപ്പൂരം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു ബാക്കിയും വരാൻ പാടില്ല, പൂർണ്ണമായും. ഇതൊക്കെ എൻഷുർ ചെയ്യേണ്ട, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട ദേവസ്വം ആണ്. ഇതുപോലെ ജാതി ഭ്രഷ്ടാണ്, ജാതി അതിശയമാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിറകെ പോകുന്നത് അല്ല. ആദ്യം എങ്ങനെ ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാം എന്ന് നോക്കേണ്ടതിന് പകരമാണ് ഇത്തരം വിവാദങ്ങളുടെ പിറകെ പോകുന്നത്, മാത്രമല്ല അത് ഉണ്ടാക്കുന്നതും. അതെ, എന്തുകൊണ്ടാണത്? ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കാൻ വേറൊരു ശ്രമം, പിന്നെ ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ മറ്റൊരു ശ്രമം. ഈ പല ശ്രമങ്ങളിലൂടെ ഈ ഞാൻ പറഞ്ഞില്ല, ഇത് തീർച്ചയായിട്ടും നല്ലൊരു അജണ്ടയാണ്. കാരണം ഇതിപ്പം ഈ സാധാരണ ഈഴവ വംശത്തിൽപ്പെട്ടവർക്ക് തോന്നുന്നത് എന്താ? ഇത് മനഃപൂർവ്വമാണ് ഞങ്ങള്. അപ്പൊ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊരു സാധനം CPM-കാർ വലുതായിട്ട് വെച്ച് കളിക്കുന്നുണ്ട്. പാവപ്പെട്ട ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു അവിടുത്തെ ഈ ബ്രാഹ്മണന്മാർ ഇവരെന്ത് പഴിച്ചിട്ടാണ്? ഇവര് ക്ഷേത്രമെന്നും പറഞ്ഞും ആ 24 മണിക്കൂറും ആ ദേവനെന്നും പറഞ്ഞു കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ. അവിടെ പോലും ചില ഭിന്നിപ്പുണ്ടാക്കി ചില CPM-കാരെ കൃത്യമായിട്ട് ഈ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ നിയമിക്കുന്നുണ്ട്. അവർക്ക് ഈശ്വരനോട് എന്ത് താല്പര്യമുണ്ട്? അവരെന്ത് പൂജയാണ് ചെയ്യുന്നത്? അവിടെ വരുന്ന ഭക്തജനങ്ങൾ കൊടുക്കുന്ന വഴിപാട് അവർ കൃത്യമായിട്ട് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. ഈയിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഒരു കക്ഷി ഒരു പോറ്റി ഒരു അമ്പലത്തിൽ അയാൾ അകത്ത് കയറി ദീപാരാധന നടടച്ചിട്ട് അയാൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ച് നോക്കിയേ. ഇത് വന്ന് പരാതി പറഞ്ഞതാണ്. അപ്പുറത്തെ ഏതൊരു ഹോളിലൂടെ നോക്കി എന്ത് ശബ്ദം കേട്ടപ്പം അവിടുത്തെ ഒരാൾ പോയി ആ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, നോക്കുമ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് വിളക്കം കത്തിച്ചിട്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുക, ജപിക്കുകയല്ല. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതെല്ലാം നമ്മുടെ അത് ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ആത്മീയ ശക്തി ഉണർത്തുന്ന കേന്ദ്രങ്ങൾ. ആ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ആത്മീയമായിട്ട് നശിപ്പിക്കപ്പെടും. ഇവ പല കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, നമുക്ക് പരദേവതകൾ ഉണ്ടായിരുന്നു, കുലദേവതകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം നശിപ്പിച്ചില്ലേ? ഇതെല്ലാം ഈ ഹിന്ദുക്കളുടെ ഒരു അപജയത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ഇതെല്ലാം. ഇത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ നല്ല എണ്ണയെ വാങ്ങിച്ചു കൊടുക്കൂ. 10 രൂപ കൂടിയാലും അതേ കൊടുക്കൂ. ഞാൻ 100 മില്ലി വാങ്ങിച്ചു കൊടുക്കുന്നത് 50 മില്ലി കൊടുത്താൽ മതി. ആ കൊടുക്കുന്നത് നല്ല കൊടുക്കൂ. ഞാൻ നല്ല കർപ്പൂരമേ കൊടുക്കൂ, അല്ലെ നല്ല ഭസ്മേ ഞാൻ കൊടുക്കും. ഭസ്മം എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ നെറ്റി പൊള്ളും. ഭസ്മം പോലും അല്ല. ചന്ദനമാണോ? അല്ല. പല ക്ഷേത്രങ്ങളും കിട്ടുന്ന ചന്ദനമല്ല. ഗുരുവായൂർ പോലുള്ള ചില പ്രധാന ക്ഷേത്രങ്ങളിൽ ഒഴിച്ച് ബാക്കി കിട്ടുന്ന ഒന്നും ചന്ദനമല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധം പിടിക്കുക. ഞാൻ നല്ലതേ കൊടുക്കൂ. നല്ല പൂക്കൾ എൻ്റെ വീട്ടിൽ ഞാൻ പലപ്പോൾ ഉണ്ടാകുന്ന പൂക്കൾ, ഞാൻ കുറച്ച് ചെടികൾ എൻ്റെ വീട്ടിൽ വയ്ക്കും. ആ പൂക്കൾ ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കും. അവിടുത്തെ പൂക്കൾ മാത്രം ക്ഷേത്രത്തിൽ ഉപയോഗിക്കുക. ഒരുപാട് പൂക്കൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളത് മതി. അപ്പൊ അതുപോലെ ശുദ്ധത നമ്മൾ തീരുമാനിക്കണം, ഹിന്ദു സമാജം തീരുമാനിക്കണം. ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെയാണ്, ഈശ്വര വിശ്വാസികളുടെയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല ക്ഷേത്രങ്ങൾ. ശ്രീ വിജി തമ്പി, താങ്കൾ ഈ ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എനിക്കൊരു പ്രേക്ഷകനൊരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അത് ജീർണാവസ്ഥയിലാണ്. ആ വിഷയം കൂടി ഒന്ന് ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കണമെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടുത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് അനന്തപത്മനാഭനാണല്ലോ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1008 സാളഗ്രാമങ്ങളാണ് ആ വിഗ്രഹം. അത് ഒരിക്കലും വേറെ സ്ഥലത്ത് ഇല്ല. അത്രയും 1008 സാളഗ്രാമം എന്ന് ആർക്കും കാണാനും പറ്റില്ല. 1008 സാളഗ്രാമങ്ങൾ കടുശർക്കര പ്രയോഗത്തിലൂടെ ആണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് പറയാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ വേണമെങ്കിൽ അത് അന്വേഷിക്കാം. ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരോട് ഞാൻ തീർച്ചയായിട്ടും അന്വേഷിക്കാം.
കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചൈതന്യം നിലനിർത്തേണ്ടത് ഇന്നത്തെ ഹിന്ദുക്കളുടെ നിലനിൽപ്പിന് പ്രധാനമാണ്. ഹിന്ദുക്കളുടെ നിലനിൽപ്പാണ് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ്. ക്ഷേത്രങ്ങൾ നിലനിന്നാൽ മാത്രമേ, ചൈതന്യം നിലനിന്നാൽ മാത്രമേ ഹിന്ദു സമാജത്തിന് ഇവിടെ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ അവസ്ഥ അറിയാലോ, ഹിന്ദുക്കളുടെ പുതിയ തലമുറ ആരും ഇവിടെ ഇല്ല, എല്ലാം കേരളം വിട്ട് പുറത്തേക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ സമാജം നിലനിൽക്കണമെങ്കിൽ, ഈശ്വരീയത നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളുടെ ആ ചൈതന്യം നിലനിന്നേ പറ്റും. അതിന് വേണ്ടത് ആദ്യം ഈ അവിശ്വാസികളെ ക്ഷേത്ര ഭരണത്തിൽ നിന്ന് അടിച്ചോടിക്കുക തന്നെയാണ്, അല്ലാതെ മറ്റു ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. എത്രയോ കാലമായിട്ട് ആ കേസ് നടക്കുകയാണ്. കാര്യം ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും അതിന് ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാര്യം ക്ഷേത്രങ്ങൾ ആർക്കാണ്? ഞാൻ ഈ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് ക്ഷേത്രമായിട്ട് ബന്ധം? ഇവർക്ക് എന്ത് കാര്യം ക്ഷേത്രത്തിനകത്ത്? ഈശ്വര വിശ്വാസികൾക്കുള്ളതല്ലേ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കയറി ഭരിക്കാതിരിക്കുന്ന ഇവർക്ക് നാണമില്ലേ? നാണമുണ്ടോ? അപ്പൊ അവർക്ക് ഉദ്ദേശം എന്താ? പൈസ, പണം. അത് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെയും കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുക. എത്ര 2000 കോടി അങ്ങോട്ടാണ് ശബരിമല വന്നെന്ന് പറയുന്നത്. ഇതുകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസ കിട്ടാതിരുന്ന ഇവന്മാർ ഇറങ്ങി പൊയ്ക്കോളും. നമ്മൾ ആരും പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങി പൊയ്ക്കോളും. കാര്യം പൈസ ഇല്ലല്ലോ. പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇരിക്കുന്നത്. കാണിക്ക വഞ്ചി നിറയുന്നോ, അത് മാത്രമേ ഉള്ളൂ ചിന്ത. ശബരിമലയിലാണെങ്കിൽ അയ്യപ്പൻ പോലും കാണാത്ത അരവണ അപ്പവും വിറ്റ് കാശാക്കുക, എങ്ങനെയെങ്കിലും ഭക്തജനങ്ങളെ പറ്റിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുംഭമേളയ്ക്ക് ശബരിമലയിൽ ഒരു മണ്ഡലകാലത്ത് വരുന്ന അത്രയും ജനങ്ങൾക്ക് അപ്പുറമുള്ള ജനങ്ങളാണ് ഒരു ദിവസം കുംഭമേളയ്ക്ക് സ്നാനം ചെയ്യാൻ എത്തിയത്. എത്രയോ സ്ഥലത്തു നിന്ന് ആൾക്കാരെത്തി. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എവിടെയാ ഉണ്ടാവാത്തത്? ഇത്രയും 66 കോടി ജനങ്ങൾ എത്തിയൊരു സ്ഥലത്ത് ഇത്രയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ പാർവതീകരിച്ച് കാണിച്ച് അവിടെ നടക്കുന്ന എല്ലാം തെറ്റാണെന്നും അവിടെ നടക്കുന്ന ഈയിടയ്ക്ക് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു യാത്രാ മാഗസിന്റെ ഒരു കവർ പേജ് കാണാനിടയായി. ആ കവർ പേജിൽ ഒരു ദിഗംബരനായ ഒരു സന്യാസി ഒരു വല്ലാത്തൊരു പോസ്റ്റിൽ നിൽക്കുന്ന പടമാണ് വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, കുംഭമേളയെ പറ്റി പറയാൻ ഈ പടമേ ഉള്ളൂ? കുംഭമേളയെ പറ്റി പറയാൻ എന്തെല്ലാം പടങ്ങളിടാം അവിടെ, എന്തെല്ലാം മുഖചിത്രങ്ങൾ കൊടുക്കാം. അപ്പൊ ഇതെന്തിനാണ്? ഇത് നമ്മുടെ ഈ സംഭവങ്ങളെ ഇപ്പം കുംഭമേള ഇപ്പം ലോകം മൊത്തം ഗിന്നസിൽ പോലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇത്രയും വലിയൊരു സംഭവമായി മാറി. ഇതിൽ പലർക്കും അല്ല സാർ, ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളികള് കുംഭമേള അറ്റൻഡ് ചെയ്തതിൽ പരിതപിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉള്ള നാടാണിത്. 2 ലക്ഷത്തിൽ പരം ആൾക്കാർ കേരളത്തിൽ നിന്ന് ഈ കുംഭമേളയ്ക്ക് എത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും കേരളത്തിലെ പലർക്കും അറിയില്ലായിരുന്നു. കുംഭം എന്ന് കേട്ടാൽ ഇവിടെ കുടമെന്നാണ്. അയ്യോ, അത് പാടില്ല. അതെ, അതാണ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഈ കുംഭമേളയിൽ ഇത്രയും ഇതുപോലെ തന്നെ കേരളത്തിലെ ഭരിക്കുന്നത് പോലെ തന്നെ ഒരു ചിന്താഗതി ഉള്ളവരാണ് തമിഴ്നാട് ഭരിക്കുന്നത്. തമിഴ്നാടിന്റെ ഒരു ശിബിരം കുംഭമേളയിൽ ഉണ്ടായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിനാണ് അവിടെ ഏറ്റവും വലിയ ശിബിരം ഉണ്ടായിരുന്നത്. 15 ഏക്കറിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിനുണ്ടായിരുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ആൾക്കാർക്കും അവിടെ ഭക്ഷണം, 3 നേരം ഭക്ഷണം, താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഒരു ചായ പ്രസാദം എന്ന് പറഞ്ഞിട്ട് ചായയും ഡെസ്കും വരുന്നവർക്കെല്ലാം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. വരുന്നവർക്കെല്ലാം താമസ സൗകര്യം കൊടുത്തിരുന്നു. ഏറ്റവും വലിയ സൗകര്യം ഒരുക്കിയിരുന്നു. ഞാൻ തന്നെ ഇവിടുന്ന് ഒരു 100 പേരിൽ കൂടുതലുള്ള ഗ്രൂപ്പുകൾക്ക് റെക്കമെൻഡ് ചെയ്ത് അങ്ങോട്ട് അയച്ചിരുന്നു. അപ്പൊ അതിനെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശിബിരത്തിന് നേരെ എതിർവശത്തായിരുന്നു തമിഴ്നാടിന്റെ ശിബിരം. വലിയൊരു ക്ഷേത്ര മാതൃക ഉണ്ടാക്കി വലിയൊരു ശിബിരമായിരുന്നു. അവിടെ കേരളത്തിന് മാത്രമാണ് പ്രാതിനിധ്യം ഇല്ലാതെ പോയത്. ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരോ അവരൊക്കെ ഒന്ന് പോയി കാണണമായിരുന്നു. ദേവസ്വം മന്ത്രി ഒന്ന് പോയി കാണണമായിരുന്നു എങ്ങനെയാണ് നടത്തേണ്ടതെന്ന്. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ എന്ത് ഭംഗിയായിട്ടാണ് നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമല വരുന്ന അയ്യപ്പന്റെ മുന്നിൽ ഒന്ന് കൂപ്പയ്യോടെ നിൽക്കാൻ പോലും തയ്യാറാവാത്ത മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ശബരിമല വരുന്ന അയ്യപ്പന്മാർ, ഒരു മണ്ഡലകാലത്ത് വരുന്ന അയ്യപ്പന്മാരിൽ 90% പേരും എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടാണ് പോകുന്നത്. ഒന്നുകിൽ അവർക്ക് ദർശന സൗഭാഗ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല, നല്ല ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ എത്രയോ നേരം ക്യൂ നിന്നിട്ട് പച്ചവെള്ളം പോലും കിട്ടിയില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പരാതി പറയാതെ ഒരാൾ പോലും ഇവിടുന്ന് മടങ്ങാറില്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ കുംഭമേളയെ കുറ്റം പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, എന്ത് കഷ്ടമാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ ഡിബേറ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതൊരു പാഠപുസ്തകമാക്കി മാറ്റേണ്ടത് നമ്മുടെ ഹിന്ദു സമാജമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളെ ചതിക്കുകയാണ്, നമ്മളെ പറ്റിക്കുകയാണ്, നമ്മൾ ഈ ചതിയിൽ പെടരുത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും
വളരെയധികം ശ്രദ്ധിക്കണം, Yes. ജാഗ്രത വേണം. കാര്യം അവരെ എങ്ങനെയെങ്കിലും കൊണ്ട് കുടുക്കാൻ ചതിക്കുഴികളാണ്. ചതിക്കുഴികൾ ഒഴുക്കി കാത്തിരിക്കുകയാണ്, ഭീകരന്മാർ കാത്തിരിക്കുകയാണ്. സൂക്ഷിക്കുക. ഓരോ വാക്കും പറയുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ചിന്തിക്കുക. ആരോടെങ്കിലും സമാനമായ ആൾക്കാരോട് ചർച്ച ചെയ്തതിനു ശേഷം മാത്രം അഭിപ്രായം പറയുക. ഇല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ട്. ഇപ്പൊ ഗുരുവായൂർ തന്ത്രിക്കായാലും ശരി, ശബരിമല തന്ത്രിക്കായാലും ശരി, ചില തെറ്റുകൾ, ചില ടങ് സ്ലിപ്പ് വന്നിട്ടുണ്ട്. അത് ഇനിയെങ്കിലും വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ചാടിക്കും. ഹിന്ദുക്കൾക്ക് അവരെ ഹിന്ദുക്കൾ എതിരാണെന്നാക്കും. അത് സൂക്ഷിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നടേശൻ സാർ, ഇവിടെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ അല്ലേ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് അതറിയാം. ഇപ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ നോക്കി, ഇപ്പോൾ ഹിന്ദുക്കളെ പരസ്പരം അടുപ്പിക്കാനാണ് നോക്കുന്നത്. ഇതിലിവർ വിജയിക്കുമോ? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം സാർ. ഓക്കെ, പഴയ കാലത്ത് ഇത്തരം മാതൃകകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാര് ഈ നാട് ഭരിച്ചിരുന്ന സമയത്ത് വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം അവര് ജാതിയെയും മതത്തിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് ദീർഘകാലം ഭരിച്ചതും ഇവിടുത്തെ സമ്പത്തെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. ഇതൊരു മാതൃകയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ മാതൃക പിന്നീട് ഭരിച്ച പലരും നടപ്പിലാക്കിയിട്ടുമുണ്ട്. അവരും കുറെയൊക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷെ കാലം മാറി. ഇന്ന് ഓരോരുത്തരും എന്താ പറയാ, ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തന്ത്രങ്ങൾ അതെ ഈ തന്ത്രങ്ങൾ എന്ന് മനസ്സിലാക്കാത്തത് അവര് മാത്രമാണ്. തീർച്ചയായിട്ടും ഇവരിത് പയറ്റിക്കൊണ്ടിരിക്കും. കാരണം വേറെ ഒന്നും അവർക്ക് പറയാനില്ല. ഒരു വികസനത്തെ കുറിച്ചോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതായ തൊഴിൽ സംരംഭത്തെ കുറിച്ചോ ഈ നാടിന്റെ വികസനം ഒന്നും അവർക്ക് പറയാനില്ല. ഇവിടുത്തെ പ്രശ്നം കിടക്കണ എന്താന്ന് വെച്ചാല് ആശാ വർക്കർമാര് ദിവസങ്ങളോളം പാടുപെടുകയാണ് തിരുവനന്തപുരത്ത് കിടന്നുകൊണ്ട് പാവങ്ങള്. അപ്പൊ ഇത് ഇവരെ ജനങ്ങള് നിന്ന് അകറ്റുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നാട് നീളെ കഞ്ചാവും മയക്കുമരുന്നും നിർബാധം ഉപയോഗിച്ച് ഇപ്പൊ കുട്ടികൾ വരെ കത്തിയെടുത്തുകൊണ്ട് ഓടി നടന്ന് കുത്തുകയാണ് ഓരോരുത്തര്. ഇതിനൊന്നും നിയമപരമായോ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചർച്ച മാറും, കൃത്യമായിട്ട് മാറുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ്. പക്ഷെ ഒരു കാര്യം ബോധിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഇത് വലിയ ഒരു വായിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇതിന് കേസെടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആഗോള പ്രശ്നങ്ങളെ പോലെയാണ്. ഇവിടെ പരസ്യമായി അടിച്ചു കൊല്ലുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്തിട്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്താ പറയാ, ഇവിടെ വെറും നോക്കികുത്തുകളായിരുന്നു. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്നതായ ഹിന്ദു സമൂഹത്തിന്റെ മനുഷ്യാവകാശം ഓരോ ദിവസവും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രശ്നത്തിൽ വിടുകയാണ്. അപ്പൊ ആ നിലയിലേക്ക് പോകുകയും എന്താ പറയാ, അങ്ങനെ പറയുന്നവരെ കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു, മറ്റത് വരുന്നു, മറിച്ചത് വരുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഓർക്കുക, ഈ ജനങ്ങൾ എന്ന് പറയുന്നത് വലിയ ശക്തിയുള്ളവരാണ്. കുറെ കാലം ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്. ആളുകളെ ഇങ്ങനെ പറ്റിച്ച് എല്ലാം നടന്നു, ഒടുവിൽ ഒന്നുമല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് നമ്മൾ കണ്ടതാണ്. ഇതേ കാഴ്ച പല സംസ്ഥാനങ്ങളിലും കണ്ടതാണ്. ഇനി കാണാനിരിക്കുന്നത് ഈ തെക്കൻ കേരളത്തിലെ ചില സ്ഥലങ്ങളിലേക്ക് മാത്രമാണ്. അത് കൂടുതൽ നാള് അത് നടക്കുമെന്ന് അവർക്കും അറിയാം, അത് നടക്കില്ല എന്നറിയാം. പിന്നെ എന്താന്ന് വെച്ചാൽ മസിൽ കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ തരത്തിലുള്ള ജാതീയത ഉൾപ്പെടുത്തിക്കൊണ്ടും എല്ലാം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓർക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളാണ് ഇന്ന് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത്. കാരണം അവരുടെ അടക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് ഭാവിയില്ല. ആരോ ഒരാൾ യൂട്യൂബ് ഓൺ ചെയ്താണെന്ന് തോന്നുന്നു. യെസ്. അപ്പൊ അതുകൊണ്ട് ഇത് വിജയിക്കും എന്ന കാര്യത്തില് വിജയിക്കില്ല, ഒരു തരത്തിലും വിജയിക്കില്ല. വിജയിക്കുമെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന് അവര് ധരിക്കുന്നത് കൊണ്ടാണ്. അല്ല, ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അവരെ ഓരോരുത്തരും
ഈ തരത്തിലുള്ളതായ അടവ് നയങ്ങൾ, അതാണ് പറയുന്നത്, അവരുടെ ഭാഷയിൽ അങ്ങനെയാണ്, അടവ് നയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് എനിക്ക് ഹിന്ദു സമൂഹത്തിലുള്ള ആളുകളോട് പറയാനുള്ള, പ്രത്യേകിച്ച് പറയാനുള്ള, ഇനിയെങ്കിലും ഈ തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ളതായ ജാതി ബോധത്തെ ഇല്ലാതാക്കണം. മനുഷ്യൻ എന്ന നിലയിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം, അതിന് നമ്മൾ കൂടുതൽ ബലപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ ഈ കഴകമാവട്ടെ അല്ലെങ്കിൽ വേദപഠനമാവട്ടെ, ഇതെല്ലാം അതിനു വേണ്ടിയിട്ട് വലിയ പോരാട്ടങ്ങൾ നടന്നു. ഇന്ന് വേദം ആർക്ക് വേണേലും പഠിക്കാം. ഈ പറഞ്ഞ പുരോഗമനവാദികൾ ആരും ഇല്ലല്ലോ വേദം പഠിക്കാൻ. സംസ്കൃതം പഠിക്കാൻ കാലത്ത് വലിയ ബഹളായിരുന്നു. ഇപ്പൊ സംസ്കൃതം ഓപ്പൺ ആയപ്പോ ആരുമില്ല. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യം കൈകാര്യം ചെയ്യണമെങ്കിൽ കൃത്യമായ സമർപ്പണം വേണം, ഭക്തി വേണം. പറഞ്ഞല്ലോ, ഈ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തില് കഴകക്കാരനാവട്ടെ പൂജാരി ആവട്ടെ 3 മണിക്ക് അവിടെ റെഡി ആവണം. നേരത്തെ തമ്പി സാർ ചൂണ്ടിക്കാണിച്ചാണ്, 3 മണിക്ക് റെഡി ആവണമെങ്കിൽ 2 മണിക്ക് എഴുന്നേറ്റ് വരണം. അത് പകല് 11 മണി വരെ, വൈകിട്ട് 5 മുതൽ വീണ്ടും രാത്രി 9-9:30 വരെ ഉണ്ട്. അപ്പൊ ഇത് സമർപ്പണവും ഭക്തിയുള്ളവർക്ക് മാത്രമുള്ളതാണ്. ആ തരത്തിലുള്ള സമർപ്പിതരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവിടെ ജാതി നമ്മൾ ഒരിക്കലും ഒരു പരിഗണനയായിട്ട് വെക്കരുത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗമാനന്ദ സ്വാമി നമ്മളെ കാണിച്ചു തന്നതാണ്. ഇതാണ് മാധവജി കാണിച്ചു തന്ന, ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചു തന്നത്, ഇതാണ് ചട്ടമ്പി സ്വാമികൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇവരാണ് നമുക്ക് മാർഗദർശികളായിട്ടുള്ളത്. എപ്പോഴാണോ ഈ മഹാത്മാക്കളുടെ വാക്യങ്ങൾ നാം തിരസ്കരിച്ചുകൊണ്ട് കുഞ്ഞു മനസ്സിന്റെ ആളുകളായി മാറിയിട്ടുള്ളത്, അപ്പോഴാണ് ശത്രുക്കൾക്ക് കൂടുതൽ അവസരങ്ങളും ആയുധങ്ങളും കിട്ടുന്നത് എന്ന കാര്യം കൂടി നാം അറിഞ്ഞിരിക്കണം എന്ന കാര്യമാണ് എനിക്കിവിടെ അടിവരയിട്ട് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി സാർ, ഈ ആധ്യാത്മിക പഠനത്തിൻ്റെ കുറവാണ് അല്ലേ? കൃത്യമായിട്ടുള്ളൊരു അവബോധം പകർന്നു കിട്ടുന്നില്ല, അത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയ്ക്ക്. തീർച്ചയായിട്ടും നമ്മുടെ ഈ എന്താ പറയാ, ആത്മീയവും ധാർമ്മികവുമായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല. കാരണം അവര് സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നത് എല്ലാം തന്നെ ധർമ്മവിരുദ്ധവും നമ്മുടെ ഹിന്ദു വിരുദ്ധവുമായ കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ എവിടെ കിട്ടുന്നത്? കുടുംബങ്ങളിലില്ല. പിന്നെ കിട്ടേണ്ട ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം നിരീശ്വരവാദികൾ പിടിച്ചിരിക്കുകയാണ്. അപ്പോ പൊതുസമൂഹം ഈ തരത്തിലുള്ള കാര്യങ്ങൾ, കാരണം ഈ നമ്മുടെ ആത്മീയമായ ഒരു വിജ്ഞാനം നേടിയ ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോവില്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നാണ്. എറുമ്പിനെ പോലും നോവിക്കരുത്. കാരണം ആ എറുമ്പിന്റെ ഉള്ളിലിരിക്കുന്നത് പോലും ചൈതന്യമാണ് എന്ന സങ്കല്പമാണ് സനാതനധർമ്മത്തിന്റെ. ഇതാണ് ക്രിസ്തുവിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വേദങ്ങളില്, അതുപോലെ തന്നെ തമിഴ് കൃതികളായിട്ടുള്ള തിരുമന്ത്രത്തില്, തിരുവാചകത്തില്, തിരുക്കുറൾ തുടങ്ങിയതായ കൃതികളിലെല്ലാം അരുൾ എന്ന് പറയുന്ന ഒരു വാചകം ഉപയോഗിക്കുന്നു. ജീവകാരുണ്യം എന്ന് പറയുന്നൊരു വാചകം ഉപയോഗിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് പറഞ്ഞാൽ. ഈ തരത്തിലുള്ള പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിലൂടെ ഉപനിഷത്തുകളിലൂടെ പകർന്ന് നൽകുന്നത്. അതാണ് ഇന്ന് കിട്ടാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സനാതനധർമ്മത്തിന്റെ പ്രായോഗികമായ ജീവിത രീതി, അത് നേരം ഉണർന്നാൽ ഉറങ്ങുന്നതുവരേക്കും, പിറന്നാൽ ഇറവി വരേക്കും, മരണം വരേക്കും നീണ്ടു നിൽക്കുന്നതായ സാംസ്കാരികമായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇടക്കാലത്ത് അതിലൊക്കെ കുറെ അന്ധവിശ്വാസങ്ങൾ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ കത്തിച്ചു കളയല്ലോ. നമുക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാണ് തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടത്. നമ്മുടെ ഓരോ ക്ഷേത്രവും ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ഓരോ ക്ഷേത്രവും ഇക്കാര്യങ്ങൾ ഭക്തന്മാർക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. അത് വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്നും, അതുപോലെ തന്നെ എന്താണ് നാമകരണം എന്താണെന്നും, അതുപോലെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട വിദ്യാലയങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അത് ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന കൃത്യമായ അജണ്ടയാണ് ഈ ക്ഷേത്രം ഭരിക്കുന്ന വിദ്വാൻമാരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട്
ഇവര് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതല്ല എന്ന കാര്യം ജനങ്ങളിലും അറിയിക്കുകയും ചെയ്യാൻ പറ്റുന്നതായ സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങളിൽ ഈ നല്ല പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കാനുള്ള പ്രേരണ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് വേണം. അതെ, ആ സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പരമ്പരാഗതമായ ആ നിഷ്ഠകളും ആചാരങ്ങളും എല്ലാം നിലനിൽക്കുകയുള്ളൂ, നമ്മുടെ സംസ്കാരത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പുതുതലമുറ മദ്യത്തിനും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെയുള്ള മോചനത്തിലുള്ള ഒറ്റമൂലിയാണ് ഈ പറഞ്ഞത്. അപ്പൊ ആ ദിശയിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ആഡംബരങ്ങളിലും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നുമെല്ലാം മാറി നിന്ന് ഈ തരത്തിൽ നമ്മുടെ സംസ്കാരത്തെ ബലപ്പെടുത്തുന്നതിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഭഗത്ത്, അവധി കഴിഞ്ഞെത്തുന്ന ബാലുവിനെ കഴക ചുമതലയിൽ തന്നെ തിരികെ പ്രവേശിപ്പിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ വാശിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, അപ്പോൾ നോക്കൂ, അത് വളരെ കറക്റ്റാണ്. ഇന്ന് ഞാൻ വീണ്ടും ആ ന്യൂസ്, വാസവൻ്റെ ന്യൂസ് ഞാൻ കേട്ടിട്ടാണ് അതിന് മുന്നിൽ വന്നിരിക്കുന്നത്. നോക്കൂ, നമുക്കറിയാം ഈയിടെ നടന്നൊരു സംസ്ഥാന സമ്മേളനം, ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഹൈന്ദവ സംഘടനയിലേക്ക് താങ്കളുടെ കാലിലെ ചുവട്ടിലെ മണൽ ഒഴുകിപ്പോകുന്നു എന്നൊരു പ്രസ്താവന, അതോടൊപ്പം തന്നെ ഈ വിവാദ വിഷയം തമ്മിൽ ഒന്ന് കൂട്ടിയിണക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇവിടെ നോക്കി നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളെ മേളങ്ങൾ, ക്ഷേത്രകലകൾ, അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പല വിഭാഗത്തിലുള്ള ആൾക്കാർ, ചെണ്ടയിലായാലും മറ്റേലായാലും എല്ലാം, കഥകളിൽ പോലും വിവിധ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അതിൽ വർക്കെടുക്കുമ്പോൾ അതിലേക്ക് ആത്മീയതയിലേക്ക് അതിൽ ലയിച്ച് ചേരുമ്പോൾ നോക്കൂ, പാരമ്പര്യമായി പകർന്നു കിട്ടിയ തങ്ങളുടെ അതായത് നമ്മളെ പാരമ്പര്യമായി പകർന്നു കിട്ടിയ അല്ലെങ്കിൽ അതിനോട് അവകാശമുള്ള ഒരു ജോലിക്ക് വേണ്ടി മാത്രമുള്ള ചില വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഹൈന്ദവ സമൂഹം മുഴുവനും ജാതിയിൽ അധിഷ്ഠിതമാണ്, അതുപോലെ തന്നെ മറ്റുള്ള പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യണു എന്ന രീതിയിലുള്ള മുതിർന്ന ജാതിക്കാർ ജാതീയത കാണിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് മനസ്സിലാവുന്നില്ല. നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിച്ചറിയാം, എവിടെയും ഒരു ഐത്തം എവിടെയും നമ്മൾ കാണുന്നില്ല, തൊഴുകുന്നതിലും ഒന്നും തന്നെ. ക്ഷേത്രകലകളിൽ എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, മതജാതി വ്യത്യാസമില്ലാതെയാണ് അവിടെ നമുക്ക് ആസ്വദിക്കുന്നത്. അത് ചെണ്ട കൂട്ടുന്നതായാലും മറ്റ് മദ്ദളത്തിലായാലും ഏതിലായാലും നമുക്ക് അതിൻ്റേതായുള്ള കാഴ്ചപ്പാടിലോട് കാണാതെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ട്രസ്റ്റിമാരുടെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പാരമ്പര്യമായ അവകാശങ്ങളെ മാത്രം ഇവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലുള്ള ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ജാതിയിലേക്ക് ഉപജാതിയിലേക്കുള്ള പിളർപ്പിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അതിൽ ചില സ്വാമിമാരും വീണിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വേദന നൽകുന്നത്. സ്വാമിമാർ എന്ന് പറയുന്നത് ജാതിക്കും അതുപോലെ തന്നെ ഒക്കെ അപ്പുറമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സ്വാമിമാരാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഘടനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, ഞാൻ ഏത് സമുദായം എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഞാനിത് പറഞ്ഞ് ഡിബേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ നില കേസ് വരാൻ സാധ്യതയുണ്ട്. ലവ് ജിഹാദ് പറഞ്ഞാൽ ഉറപ്പാണ് ഇവിടെ കേസാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി, കഴിഞ്ഞു പണി അവൻ്റെ. പിന്നെ അവൻ എൻക്വയറിയാണ്. നോക്കൂ, ഞങ്ങളെ പ്രദേശത്ത് ഒരു നമ്മളെ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2-3 വ്യക്തിത്വങ്ങൾ അവിടെ തന്നെ ഹത്യക്കെതിരായിട്ടൊരു ഫ്ലക്സ് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞില്ല മറ്റുള്ള എൻക്വയറി വരികയും സ്റ്റേഷനിൽ നിന്ന് എൻക്വയറി ചെയ്യുകയും വിളിപ്പിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിലാണ് ഈ പാലക്കാട് ജില്ല പോലും നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ മാത്രം ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സുഹൃത്ത് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയും ഞാൻ അനുഭവിച്ചാണ്. ഞങ്ങളെ ഒന്നും പറയാം, ഞാൻ ആ ഫോട്ടോയിൽ വന്നില്ല എന്ന് മാത്രം. എൻ്റെ സുഹൃത്ത് രാജേഷും അതുപോലെ തന്നെ വിജയൻ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ പാലക്കാട് ജില്ലയിലെ മണ്ണൂർ പ്രദേശത്തെ നഗരപ്രദം പ്രദേശത്ത് ഒരു ഫ്ലക്സ് വെച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ നിന്ന് ഫോൺ വരികയാണ്, എന്നിട്ട് എൻക്വയറി വരികയാണ്. നോക്കൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കയ്യും കാലും എല്ലാം അടച്ചു കെട്ടിയൊരവസ്ഥയിലാണ്. ഹൈന്ദവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദിയും
അതുപോലെ തന്നെ ഹൈന്ദവരെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ സ്വർഗീയവാദികളുമായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പൊ ജാതിയുടെ പേര് പറഞ്ഞിട്ട് കൊണ്ട് വിഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇലക്ഷനോട് അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തോട് ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ആ ഒരു ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ദേവസ്വം ബോർഡിലെ ഈ ചെറിയ ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഈ ഇവിടെ നിയമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ നടത്തിയിട്ടുണ്ടാവുക. ഒരിക്കൽ പോലും വാര്യ സമൂഹമോ തന്ത്രി സമൂഹമോ ഒരിക്കൽ പോലും ഈ കാലഘട്ടത്തിൽ എവിടെയും ഒരു അയിത്തം കാണിച്ചിട്ടില്ല. അപ്പം ഇത് കൃത്യമാണ് പാർട്ടിയുടെയും ദേവസ്വം ബോർഡിനെയൊക്കെ നുഴഞ്ഞുകയറ്റമാണ്. അതിലേക്ക് ഹൈന്ദവ സമൂഹം ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഹൈന്ദവ ഐക്യം അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് തകർക്കാൻ ആ ഗൂഢലക്ഷ്യത്തോടു കൂടി ചില കുലംകുത്തികൾ നടപ്പുണ്ട്, ചില ചെന്നായ്ക്കൾ നടപ്പുണ്ട്. അവരെ തിരിച്ചറിയുക, അവരെ ഹൈന്ദവർ തന്നെയാണ് തിരിച്ചറിയേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതും. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.